السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ومولانا محمدا صلى الله عليه وسلم عبده ورسوله وارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. وما لم نشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. صدق الله مولانا العظيم الصدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاكرين الشاكرين والحمد لله رب العالمين. وقال رسول الله صلى الله عليه وسلم يكون في آخر الزمان كذابون دجالون يأتونكم من الأحاديث بما لم تسمعوا أنتم ولا آباؤكم إياكم وإياهم لا يفتنونكم ولا يضلونكم. رواه مسلم. صدق رسول الله صلى الله عليه وسلم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. يا خير من دفنت بالقاء أعظمه فطاب من طيبهن القاء والأكم. نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. أنت الشفيع الذي ترجى شفاعته على الصراط إذا ما زلت القدم. وصاحباك فلا أنساهما أبدا مني السلام عليكم ما جرى القلم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാനമുള്ള ആദരണീയനായ സയ്യിദ് അവർകളെ, ഏറ്റവും ബഹുമാനമുള്ള ഈ മഹത്തായ സ്ഥാപനത്തിന്റെ കാര്യദർശിയായ ഉസ്താദ് അവർകൾ, പരിസര ഭാഗത്തുള്ള പള്ളിയിലെയും സ്ഥാപനങ്ങളിലെയും പ്രിയപ്പെട്ട ഉസ്താദുമാർ, പ്രിയപ്പെട്ട ഹാജിമാർ, ഉമറാക്കൾ, ഉലമാക്കൾ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, മുഹിബ്ബീങ്ങൾ, ആശിഖീങ്ങൾ, അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാലിൻ അൽഫ മർറ. അർഹമർ റഹീമായ അല്ലാഹുവിന്റെ മഹദായ ഫദ്ല് കൊണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ഉമ്മറത്ത് മുറ്റത്ത് സുൽത്താനുൽ ഹിന്ദ് ഖരീബുൻ നവാസ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ ലദീദ് മഹാനവർകളുടെ ഉറൂസ് സംഘടിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ പരിപാടിയിൽ
അങ്ങകലെ കേരളത്തിൽ നിന്ന് മുള്ളൂർക്കരയിൽ നിന്ന് 400-ൽ അധികം കിലോമീറ്റർ യാത്ര ചെയ്ത് ഇവിടെ എത്താനും അൽഹംദുലില്ലാഹ് ഈ മഹനീയമായ പരിപാടിയിൽ പങ്കെടുക്കാനും സാധിപ്പിച്ചു തന്ന അർഹമർ റഹീമായ റബ്ബിന് എല്ലാവിധ സ്തുതികളും അർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ബഹുമാനമുള്ളവരെ, പരിശുദ്ധ ഇസ്ലാം മതം അതിന്റെ പ്രചരണ പ്രവർത്തന രംഗത്ത് ഏറ്റവും വലിയ സംഭാവന നൽകിയവരാണ് അല്ലാഹുവിന്റെ അമ്പിയാക്കൾ. നമുക്കറിയാം, അബൂന ബഷർ ആദം നബി അലൈഹിസ്സലാം മുതൽ അന്ത്യപ്രവാചകനായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ 1,24,000 അതിലധികമോ വരുന്ന പ്രവാചകന്മാരിലൂടെ അല്ലാഹു തആല അവന്റെ മതമായ പരിശുദ്ധ ഇസ്ലാം മതം ഘട്ടം ഘട്ടമായി പ്രചരിപ്പിച്ച് അന്ത്യപ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ആ ദീൻ നമുക്ക് പരിപൂർണമാക്കി നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്നു. അപ്പോഴാണ് ഖുർആൻ ഇറങ്ങുന്നത്, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഈ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. ഇനി മതത്തിൽ ഒരു കൂട്ടിച്ചേർക്കലില്ല, ഒരു കുറക്കലില്ല, ഒരു വ്യാഖ്യാനങ്ങളില്ല. പരിശുദ്ധ ഖുർആനിലെ 6666 ആയത്തുകളും 10 ലക്ഷത്തിൽ ചില്ലാനം വരുന്ന അല്ലെങ്കിൽ 20 ലക്ഷത്തോളം വരുന്ന ഹദീസുകളും ലക്ഷക്കണക്കായ സഹാബത്തിന്റെ ജീവിതചര്യകളും നമ്മുടെ മുമ്പിലുണ്ട്. അതാണ് പരിശുദ്ധ ഇസ്ലാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ഇസ്ലാം ഖിയാമത്ത് നാൾ വരെ, ലോകാവസാനം വരെ എന്തെന്ത് പ്രതിസന്ധികൾ വന്നാലും എന്തെന്ത് പ്രയാസങ്ങൾ വന്നാലും പരിശുദ്ധ ഇസ്ലാം മതത്തെ ഒരു ലവലേശമെങ്കിലും ക്ഷീണിപ്പിക്കാൻ ലോകത്തുള്ള ഒരു ശക്തിക്കും സാധ്യമല്ല. കാരണം അതിന്റെ കാരണമൊന്നാണ്, അള്ളാഹുവിന്റെ മതമാണ് ഇസ്ലാം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിന്റെ അടുത്ത് സ്വീകരിച്ചിരിക്കുന്ന മതം ഇസ്ലാമാണ്. ഇസ്ലാമല്ലാത്ത ഒരു മതവും അള്ളാഹുവിന്റെ അടുത്ത് സ്വീകരിക്കപ്പെട്ടിട്ടില്ല. മനസ്സിലാക്കണം. ഇപ്പോ ലോകത്തിലെ ഏറ്റവും വലിയ മതം ഏതാ? ഏറ്റവും വലിയ മതം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും അധികം ആളുകൾ വിശ്വസിച്ചിരിക്കുന്ന മതം ഏതാ? അത് ഇസ്ലാമാണ്. അന്ന് മുമ്പേ, ഒരു 10 കൊല്ലം മുമ്പേ അത് ക്രിസ്തുമതായിരുന്നു. ഇപ്പൊ ലോകത്തിന്റെ വേൾഡ് കണക്കെടുത്ത് നോക്കുമ്പോ 260 കോടിയിലധികം വിശ്വാസികൾ ഇസ്ലാം മതത്തിനുണ്ട്. ലോകത്തിലെ ഏറ്റവും അധികം രാജ്യങ്ങളുള്ള മതം ഏതാണ്? ഇസ്ലാം മതമാണ്. 62-ലധികം ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ലോകത്ത് നിലവിലുണ്ട്. മറ്റു മതങ്ങൾക്കൊക്കെ ഇപ്പൊ ക്രിസ്തു മതം എന്ന് പറഞ്ഞാൽ 5, 6, 7 രാജ്യങ്ങളാണ് ക്രിസ്ത്യൻ രാഷ്ട്രം എന്നറിയപ്പെടുന്നത്. ലോകത്തെ ഹൈന്ദവ രാഷ്ട്രം എന്നറിയപ്പെടുന്ന ഒരൊറ്റ രാജ്യമേ ഉള്ളൂ, അത് നേപ്പാളാണ്. ഇസ്ലാമിക രാജ്യങ്ങൾ 62-ലധികമാണ്. ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ ആരാണ്? മുസ്ലിമാണ്. ആരാമോനെ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ? അത് ഫത്ഹുൽ മൊയ്നിലോ തഫ്സീറിലോ അല്ലെങ്കിൽ ബുഖാരി മുസ്ലിമിലോ മറ്റു കിതാബിലോ കാണൂല. നമ്മൾ ജനറൽ നോളജ് വേണം. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ബ്രൂണോ സുൽത്താനാണ്. മലേഷ്യക്കൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു കുഞ്ഞ രാജ്യമുണ്ട്, അവിടെ മുഴുവനും സ്വർണ്ണാണ്. ബ്രൂണോ സുൽത്താന്റെ കക്കൂസ് വരെ മുതൽ, ക്ലോസറ്റ് മുതൽ, വാഷ് ബേസിൻ വരെ സ്വർണം കൊണ്ടുണ്ടാക്കിയതാന്ന് പറഞ്ഞ് അടുത്ത ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ വായിക്കണ്ട് കാണും. ഞാനത് പറയാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ മുസ്ലിമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മതം ഇസ്ലാമാണ്. അല്ലാഹു തആല അവന്റെ ഖുർആനിൽ പറഞ്ഞു, വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. അല്ലാഹുവിനാണ് അന്തസ്സുള്ളത്, അഭിമാനമുള്ളത്, പ്രസ്റ്റേജ് ഉള്ളത്. അല്ലാഹുവിന്റെ റസൂലിലാണ് അഭിമാനം ഖിയാമത്ത് നാൾ വരെ. വലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്കാണ്.
ഖിയാമത്ത് നാൾ വരെ അഭിമാനമുള്ളത് അല്ലാഹുവിനാണ്, അല്ലാഹുവിന്റെ റസൂലിനാണ്, സത്യവിശ്വാസികൾക്കാണ്. എത്ര കറക്റ്റാണ് ഈ ആയത്ത്. മുസൽമാന്റെ ഇജ്ജത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. എന്തെങ്കിലും വലിയ പ്രശ്നങ്ങളൊക്കെ അവിടെ എവിടെയൊക്കെ നൂന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതുകൊണ്ടൊന്നും ഇസ്ലാം തളരുകയല്ല, ഇസ്ലാം അനുദിനം വളരുകയാണ്. ആരാണ് ഇസ്ലാമിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നവൻ? അല്ലാഹുവാൻ. അല്ലാഹു അതിന് നിമിത്തങ്ങളായി വെച്ചിരിക്കുന്നത് ആരാ? അല്ലാഹുവിന്റെ അമ്പിയാക്കളെയാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള എല്ലാ നബിമാരും കൊണ്ടുവന്ന മതം ഇസ്ലാം മതമാണ്. ഈസാ നബി പ്രചരിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയമാണ്. മൂസാ നബി അലൈഹിസ്സലാം പ്രചരിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രചരിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയമാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം പ്രചരിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയമാണ്. അതിന്റെ മുമ്പ് കഴിഞ്ഞു പോയ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം ആയാലും ഇദ്രീസ് നബി അലൈഹിസ്സലാം ആയാലും സുബ്ഹാനല്ലാഹ് ആദം നബി അലൈഹിസ്സലാം ആയാലും ഇവിടെ പ്രചരിപ്പിച്ചിരിക്കുന്ന മതം അല്ലാഹുവിന്റെ ദീനായ ഇസ്ലാമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാധനയ്ക്ക് അർഹതയുള്ളവൻ അല്ലാഹു ഒരുവൻ മാത്രമാണ്. ആ മതമാണ് ഇസ്ലാം മതം. ഇനി അമ്പിയാക്കളുടെ കാലശേഷം ആരാണ് ഈ മതത്തിന്റെ കാവലാളുകൾ? ഈ മതത്തിന്റെ പ്രചാരകന്മാരാരാണ്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 കൊല്ലം മുമ്പ് പറഞ്ഞു, അമ്പിയാക്കളുടെ കാലശേഷം ഇനി അതിന്റെ പകരം നിൽക്കേണ്ട ആളുകൾ ആരാണ്? അൽ ഉലമാ വറസത്തുൽ അംബിയാ. അമ്പിയാക്കളുടെ അനന്തരാവകാശികൾ പണ്ഡിതന്മാരാണ്, ആലിമീങ്ങളാണ്. അൽ ഉലമാ, അൽ ഉലമാ അവരാരാണ്? ഔലിയാക്കളാണ്, സ്വാലിഹീങ്ങളാണ്. ഖിയാമത്ത് നാൾ വരെ ദീന് പ്രചരിപ്പിക്കുന്നവർ അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്, സ്വാലിഹീങ്ങളാണ്. നിങ്ങൾ ഏത് വലിയന്റെ ചരിത്രം എടുത്തു നോക്കിക്കോ, അവരുടെ പരിപാടി എന്താണ്? ബിസിനസ് നടത്തലല്ല, പണം ഉണ്ടാക്കലല്ല, ലാഭം ഉണ്ടാക്കലല്ല, മന്ത്രവാദം നടത്തലല്ല, ചികിത്സ നടത്തലല്ല. ലോകത്തൊരു വലിയും അങ്ങനെ നടത്തിയ ചരിത്രമില്ല. കാരണം അവര് ദീനിന്റെ ദഅവത്ത് ഏറ്റെടുത്തവരാണ്. അൽ ഉലമാ വറസത്തുൽ അംബിയാ. നിങ്ങൾ നോക്കൂ, നമ്മുടെ കർണാടകയിലെ ഏറ്റവും വലിയ സിയാറത്ത് കേന്ദ്രമായ ഉള്ളാൾ, അവിടെ മരണപ്പെട്ട് കിടക്കുന്ന ആളാരാണ്? ഖുത്ബുസ്സമാൻ മുഹമ്മദ് ശരീഫുൽ മദനി ഖദ്ദസല്ലാഹു സിർറഹുൽ അദീദ് മഹാനവർകളാണ്, തങ്ങളാണ്. ആരാണ് ഖുത്ബുസ്സമാൻ മുഹമ്മദ് ശരീഫുൽ മദനി? തങ്ങളുടെ കറാമത്ത് നിങ്ങൾക്കറിയാമല്ലോ. പണ്ട് ഹറമിന്റെ ഭാഗത്ത് ഒരു ചെറിയ തീപിടുത്തമുണ്ടായപ്പോൾ ഈ ഉള്ളാളത്തെ ആ കാണുന്ന കുളത്തിൽ നിന്നുകൊണ്ട് വുദൂ ചെയ്യുന്ന ഖുത്ബുസ്സമാൻ അവിടുത്തെ വെള്ളമെടുത്തിട്ടൊന്ന് മേപ്പോട്ടിട്ടിട്ട് പറഞ്ഞു, ഹറമില് തീപിടുത്തമുണ്ട്, ഞാനത് ഇവിടെ നിന്ന് കെടുത്തുകയാണ്. അത് പറയുമ്പോ ഇവിടെ ലൈവ് ഉണ്ട്, ഉസ്താദ് ലൈവിന്റെ ആളാ, നമ്മള് പഴയ കാലം മുതൽ കാണുന്ന ആളാ. കർണാടകയിൽ വരുമ്പോ അന്ന് ഉസ്താദ് ലൈവ് ഉണ്ട്. അല്ലാഹ്, ഇപ്പൊ ഈ ലൈവ് നമുക്ക് നല്ലതാണ്, ഉപകാരമുണ്ട്. ഉപകാരമുള്ളതിനൊക്കെ നെഗറ്റീവ് ഉള്ളതിനൊക്കെ പോസിറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉള്ളതിനൊക്കെ നെഗറ്റീവ് ഉണ്ടാവും, അല്ലേ? അതങ്ങനെയാണ്. ലൈവ് ഇങ്ങനെ നമ്മളിപ്പോ പറയുമ്പോ ഇതെല്ലാരും കേൾക്കുന്നുണ്ടല്ലോ. സുന്നത്തി ജമാഅത്തിന്റെ ആദർശങ്ങൾ, ആശയങ്ങൾ പറയുമ്പോൾ എല്ലാവരും ഇത് കേൾക്കുകയാണ്. ഇപ്പൊ മുസ്ലിം മാത്രമല്ല, ആർക്ക് വേണമെങ്കിലും ഇതിന്റെ ലിങ്ക് പബ്ലിസിറ്റി ആയിട്ട് വെച്ചിട്ടുണ്ട്. അത് ആർക്ക് വേണമെങ്കിൽ നോക്കിയാൽ കാണാം. അങ്ങനെ കാണുമ്പോൾ അവർ പറയും, എന്താപ്പ പറഞ്ഞത്? ഉള്ളാളത്തെ കുളത്തിൽ നിന്നുകൊണ്ട് മക്കത്തെ ഹറമിന്റെ അടുത്തൊരു തീപിടുത്തമുണ്ടായപ്പോൾ ആ കുളത്തിലെ വെള്ളമെടുത്തിട്ട് ഒരു കയ്യിലെടുത്തിട്ട് അങ്ങോട്ട് എറിഞ്ഞപ്പോ ഹറമിലെ തീ കെട്ടുവന്നോ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്നാ പിന്നെ ഫയർഫോഴ്സ് ഒന്നും വേണ്ട, ഔലിയാക്കൾ മതിയല്ലോ തീ കെടുത്താൻ. നമുക്ക് ട്രോളർമാര് വരും. സുഹൃത്തുക്കളെ, അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാണ്ട്. കാബത്തിന്റെ അടുത്ത് വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല, ഉണ്ടല്ലോ. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ വെള്ളപ്പൊക്കത്തിൽ കാബ തകർന്നില്ലേ? ആരുടെ ഭവനമാണ് കാബ? അള്ളാടെ വീടല്ലേ, അള്ളാടെ ഭവനല്ലേ കാബ. നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയതാരാ? അല്ലല്ലേ? എന്നാ പിന്നെ എന്തിനാ കാബ തകർത്ത്? അള്ളാഹ്ക്ക് വരാന്നില്ല, വെള്ളം അങ്ങോട്ട് കൊണ്ടാന്നു.
അത് സ്വാഭാവികമാണ്, നാച്ചുറലാണ്. ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതാബ് ഇറങ്ങുമ്പോൾ നല്ലവനും വേണ്ടവനും വേണ്ടാത്തവനൊക്കെ കിട്ടും. അതുകൊണ്ടാണ് അതാബിൽ നിന്ന് മാറാൻ പറഞ്ഞത് കേട്ടോ. അത് യുക്തിവാദികളുടെ അന്തമില്ലാത്ത ചോദ്യങ്ങളാണ്. ഇനിയിപ്പോ യുക്തിവാദികൾ എന്തെങ്കിലും പറയും, അല്ലെങ്കിൽ വഹാബികൾ എന്തെങ്കിലും പറയും, അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്കാർ എന്തെങ്കിലും പറയും, അല്ലെങ്കിൽ തബ്ലീഗുകാര്, അല്ലെങ്കിൽ ബിദഈകള് എന്തെങ്കിലുമൊക്കെ പറയുമെന്ന് വെച്ച് അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ കറാമത്ത് പറയാതിരിക്കാൻ പറ്റുമോ? അത് പറയാതിരിക്കാൻ പറ്റില്ല. ഖിയാമത്ത് നാൾ വരെ പറയും. ഇപ്പൊ ഖുർആൻ ഓതിയാൽ അള്ളാഹിനെ പറ്റി പറഞ്ഞാൽ പിരാന്താണെന്ന് പറയുന്ന യുക്തിവാദികൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വരുന്നില്ലേ? ഒരു മുസ്ലിമായ ഒരുത്തണ്ട്, എൻ്റെ നാടായ തൃശ്ശൂരുള്ള ഒരു ചങ്ങയ, പേര് ഞാൻ പറയുന്നില്ല, ഇടക്കിടക്ക് എന്നെയും പറയാറുണ്ട്. നല്ലതല്ല, ഗുണം പറയില്ല എന്ന് ഉറപ്പല്ല. അപ്പൊ അയാള് എന്ത് കിട്ടിയാലും ആക്ഷേപിക്കാൻ വേണ്ടി അള്ളാഹിനെ പറ്റി പറഞ്ഞാൽ കൈമ പിടി കൊടുക്കും. അങ്ങനെ അല്ലൊന്നുമില്ല, മുഹമ്മദ് നബി ഒന്നുമില്ല, കണ്ടാനം പെണ്ണിട്ട് ജീവിച്ച ആളാണ്. ഒരു കൂസലില്ലാതെ സോഷ്യൽ മീഡിയയിൽ എന്ന് പറയുന്ന ഒരുത്തണ്ട്. അവരൊക്കെ ഭയപ്പെട്ടിട്ട് നമ്മൾ ആദർശം പറയാതിരിക്കാനൊക്കൂല. ഇത് വിശ്വാസികളോടാണ് സംസാരിക്കുന്നത്. അവർക്കത് ഉൾക്കൊള്ളാൻ സാധിക്കും കേട്ടോ. ഹാനായ ഖുത്ബുസ്സമാൻ ഉള്ളാൽ സയ്യിദ് ഷരീഫുൽ മദനി റളിയല്ലാഹു അൻഹു ആ കുളത്തിലെ വെള്ളമെടുത്തിട്ട് അങ്ങ് എറിഞ്ഞു. അങ്ങ് അകലെ കിടക്കുന്ന ആ സ്ഥലത്തെ തീ കെട്ടു. അത് പറയുമ്പോ അങ്ങനെ വല്ല തെളിവുണ്ടോ ഇല്ലാരും ചോദിക്കും. തെളിവുണ്ട്. മദീനത്തെ പള്ളി മഹാനായ സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആരാണ് ഉമർ ബിൻ ഖത്താബ് തങ്ങള്? മോനിങ്ങോട്ട് നോക്ക്. ഉമർ ബിൻ ഖത്താബിനെ പറ്റി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് എന്താണെന്നറിയോ? ഒരു സഹാബിനെ പറ്റി നബി ഇത്ര കടുപ്പപ്പെട്ട ഹദീസ് പറഞ്ഞിട്ടില്ല. ലൗ കാന ബഅദി നബിയ്യുൻ ലകാന ഉമർ ബിനുൽ ഖത്താബ്. എന്റെ ശേഷം ഒരു നബി വരികയാണെങ്കിൽ അത് ഖത്താബിന്റെ മകനായ ഉമറാണ് വരിക. നബിയാവാനുള്ള എല്ലാ യോഗ്യതയും തികഞ്ഞ ആളാണ് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഹബീബായ തങ്ങൾ പറഞ്ഞു, പക്ഷേ ലാ നബിയ ബഅദി, എന്റെ ശേഷം നബിയില്ലേ ഇല്ല. അന ഖാതിമുൽ അംബിയാഇ വൽ മുർസലീൻ, ഞാൻ അവസാനത്തെ നബിയാണ്. ഇനി ഒരു നബിക്ക് ചാൻസ് ഇല്ല. വല്ല ചാൻസും നബിക്കുണ്ടായിരുന്നുവെങ്കിൽ അത് ഖത്താബിന്റെ മകനായ ഉമർ നബിയാകുമായിരുന്നു. ആ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ മിമ്പറിന്റെ മുകളിൽ ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സമയം ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഖുത്ബ നിർവഹിക്കുകയാണ് വെള്ളിയാഴ്ച. ആ സമയത്ത് മഹാനായ സാരിയത്ത് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു യുദ്ധസംഘത്തെ മദീനയിൽ നിന്ന് 1600 മൈലുകൾക്കപ്പുറത്ത് കിടക്കുന്ന നഹാവന്തിലേക്ക് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നേരത്തെ പറഞ്ഞയച്ചിട്ടുണ്ട്. ആ യുദ്ധക്കളത്തിൽ യുദ്ധം നടത്തുന്ന സാരിയത്ത് റളിയല്ലാഹു അൻഹു, സുബ്ഹാനല്ലാഹ്, ഉമർ ബിനുൽ ഖത്താബ് പറഞ്ഞയച്ച ക്യാപ്റ്റനാണ്. മദീനയുടെ പള്ളിയുടെ മിമ്പറിന്റെ മുകളിൽ ഖുത്ബ നടത്തുന്ന ഉമർ തങ്ങള് ഒരൊറ്റ വിളിയാണ്, യാ സാരിയ അൽ ജബൽ അൽ ജബൽ അൽ ജബൽ. സാരിയത്തെ പർവ്വതം 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 സൂക്ഷിച്ചോ. 1600 മൈലപ്പുറത്ത് കിടക്കുന്ന സാരിയത്ത് തങ്ങളെ മൊബൈലില്ലാതെ, ലാപ്ടോപ്പില്ലാതെ, അതുപോലെ തന്നെ സംവിധാനങ്ങളില്ലാതെ ഉമർ ബിനുൽ ഖത്താബ് 1400 കൊല്ലം മുമ്പ് മദീനയുടെ പള്ളിയിൽ ഒരൊറ്റ വിളി വിളിച്ചപ്പോ 1600 മൈലപ്പുറത്ത് കിടക്കുന്ന സാരിയത്ത് തങ്ങൾ അത് കേട്ടോ. യുദ്ധമൊക്കെ കഴിഞ്ഞു. സാരിയത്ത് തങ്ങൾ യുദ്ധത്തിൽ വിജയിച്ചുകൊണ്ട് മദീനയിൽ വന്നപ്പോ ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ചോദിച്ചു, സാരിയ, 2-3 വെള്ളിയാഴ്ച മുമ്പ് മിമ്പറിന്റെ മുകളില് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഖുത്ബ നിർവഹിക്കുന്ന സമയത്ത് അവിടുന്ന് നിങ്ങളെ വിളിച്ചിട്ട് പർവ്വതം 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 എന്ന് പറഞ്ഞല്ലോ, നിങ്ങളത് കേട്ടോ? എന്താണ് അതിന്റെ കാര്യകാരണമെന്ന് ചോദിച്ചപ്പോ മഹാനായിരിക്കുന്ന ഉമർ ബിൻ ഖത്താബിന്റെ വിളി കേട്ടതായി സാരിയത്ത് തങ്ങൾ പറയാണ്, ഞാൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് കേട്ടു. ഞാൻ ആ സമയത്ത് ഒരു പർവ്വതത്തിന്റെ മറുഭാഗത്ത് നിൽക്കുകയാണ്. പെട്ടെന്നാണ് എന്റെ പുറകിൽ നിന്ന് ഈ ശബ്ദം കേട്ടത്, സാരിയ പർവ്വതം, സാരിയ പർവ്വതം, സാരിയ പർവ്വതം. പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കി. ഞാൻ ആ പർവ്വതത്തിന്റെ മറുഭാഗത്തേക്ക് നോക്കി.
ഒരു മനുഷ്യൻ കയ്യിലൊരു വാളുമായി, ഊരിപ്പിടിച്ച വാളുമായി എന്നെ കൊല്ലാൻ വേണ്ടി പുറകിലൂടെ വരികയാണ്. ഞാനത് കണ്ടിട്ടില്ല. 1600 മൈലപ്പുറത്ത് മദീനത്തെ പള്ളിയുടെ മിമ്പറിന്റെ മുകളിൽ ഖുത്ബ ഓതുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളത് കാണാണ്. അത് കാണാന് മാത്രല്ല, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വിളിക്കുകയാണ്, സാരിയ അൽ ജബൽ, പർവ്വതത്തെ സൂക്ഷിച്ചോ. 1600 മൈലുകൾക്കപ്പുറത്ത് സാരിയത്ത് തങ്ങൾ അത് കേൾക്കാണ്. ആ സാരിയത്ത് തങ്ങളെ തിരിഞ്ഞു നോക്കുമ്പോ ഈ ദുഷ്ടൻ ഉരിപ്പിടിച്ച വാളുമായി പുറകിൽ നിൽക്കുന്നു. പെട്ടെന്ന് ക്ഷണനേരം കൊണ്ട് തന്റെ വാളൂരിയെടുത്ത് അവന്റെ അടിപ്പള്ളക്ക് കുത്തി അവനെ കൊലപ്പെടുത്തി കളഞ്ഞു. സാരിയത്ത് തങ്ങൾ പറയാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് എങ്ങനെയാണ് കണ്ടത് എന്ന് എനിക്കറിയില്ല. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ വിളി എങ്ങനെയാണ് കേട്ടത് എന്ന് എനിക്കറിയില്ല. ഇത് നമ്മള് ഇപ്പൊ ഞാൻ വായൽ തുടങ്ങിയിട്ട്, ഞാൻ മതപ്രഭാഷണം തുടങ്ങിയിട്ട് 45 കൊല്ലായി. നിങ്ങളിൽ പലരും ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ വായൽ തുടങ്ങിയിട്ടുണ്ട്. കർണാടക സ്റ്റേറ്റിൽ ഞാൻ പ്രഭാഷണത്തിന് വരാൻ തുടങ്ങിയിട്ട് 41 കൊല്ലായി. ഞാൻ ആദ്യമായി കർണാടകയിൽ പ്രസംഗിച്ച സ്ഥലം കമ്പളപ്പേട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതിനടുത്താണിത്, കമ്പളപ്പേട്ട്. കൃത്യമായ ഓർമ്മ എനിക്കുണ്ട്. അന്ന് ഈ ഭാഗത്തൊക്കെ മഞ്ചി, നൂജി, കുക്കാജ, അതിന്റെ ചുറ്റുഭാഗത്തൊക്കെ നാടെന്ന് വയലു പറയുന്ന ഒരു കാലം ഉണ്ടാകും. അന്ന് ഈ സാധനമില്ല, ആരെയും മൊയ്യാരല്ല കേട്ടോ, ഈ സോഷ്യൽ മീഡിയ ഇല്ല, അന്ന് മൊബൈൽ ഫോണും ഇല്ല, ലാപ്ടോപ്പും ഇല്ല. ഈ മൈക്ക് സെറ്റ് തന്നെ ഇത്ര വലിയ ആംബിയർ ഒന്നുമില്ല. കറണ്ട് ഇല്ല, പല സ്ഥലത്തും ബാറ്ററി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തിരിക്കാവും. നമ്മൾ അവനോട് മൈക്കക്കാരോട് കൂട്ടടാന്ന് പറഞ്ഞാൽ അവൻ കൂട്ടുണ്ട്, കൂട്ടിയിരിക്കാരില്ല, അവൻ്റെ അടുത്തുള്ളതല്ലേ കൂട്ടാൻ പറ്റുള്ളൂ. 5000 ഓട്സും 10000 ഓട്സും ഒന്നും കിനാവ് കാണാൻ പറ്റൂല. അതിന്റെ മുമ്പുള്ള ഉസ്താദുമാര് അല്ലാ മൈക്കല്ലാതെ വയന്ന് പറഞ്ഞ ഉസ്താദുമാര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മഹാനായ ഇ.കെ. ഹസൻ മുസ്ലിയാർ അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ, ആമീൻ. മഹാനായ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ, ആമീൻ. മഹാനായിരിക്കുന്ന അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദ്യകാല നേതാക്കളാണ്. അവരൊക്കെ വായത് പറഞ്ഞിട്ടാണ് ഈ സുന്നത്ത് ജമാഅത്ത് നമ്മുടെ കരങ്ങളിൽ എത്തിച്ചു തന്നിരിക്കുന്നത്. മറന്നു പോകരുത്. പാതിരാവായത് കൊണ്ട് എന്ത് നേടി എന്ന് ചോദിക്കുന്നവരുണ്ട്. എടോ, ഈ കാണുന്ന പള്ളി, മദ്രസയും ഈ സ്ഥാപനങ്ങൾ അടക്കം പണ്ട് പാതിരാവായത് കൊണ്ട് ഉണ്ടാക്കിയതാ. ഞാൻ ഈ കൊച്ചായ ഞാൻ തന്നെ 45 കൊല്ലത്തിന്റെ ഉള്ളിൽ എത്ര കിലോ സ്വർണം പിരിച്ചു കൊടുത്തു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എല്ലാ സ്ഥലത്തും കാഞ്ഞങ്ങാട് മീനാപ്പീസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കേരളത്തില്. ഒരു 29 കൊല്ലം മുമ്പേ ഞാൻ അവിടെ ഒരു വായതിന് പോയിട്ട് സ്വർണം പറഞ്ഞു. ഒരു മദ്രസ കയറ്റാനാണ്. എല്ലാ ഉമ്മമാരി കാതിനെയും കൈത്തിനെയും വയ്യിലെ വളയും മാലയൊക്കെ ഊരിക്കൊടുന്നു. അങ്ങനെ കൊണ്ടുവന്ന് തന്നപ്പോ സ്വർണം കൊണ്ട് മദ്രസ ഉണ്ടാവണ്ടേ? അപ്പൊ ഒരു പെങ്ങള് ഒരു കുട്ടിന്റെ അടുത്ത്, ഒരു 12-13 വയസ്സായ ഒരു ആൺകുട്ടിയുടെ അടുത്ത് ഒരു സെഞ്ചി കൊടുത്തയച്ചു. ഒരു കീസ് എന്താണെന്ന് മനസ്സിലായില്ല. ഇത് കൊണ്ടുവന്നപ്പോ ഞാൻ പതുക്കെ പൊളിച്ചു സദസ്സിന്റെ മുമ്പിൽ വെച്ചത് മേശപ്പുറത്ത് കൊട്ടിയപ്പോ നിറച്ച് സ്വർണം, വള, മാല, കമ്മല്, അങ്ങനെ അരിക്കത്ത്, എല്ലാ ആഭരണം. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് കൊടുത്തയച്ച ആളോട്, ഈ കൊന്ന കുട്ടി ഇവിടെ വരണം എന്ന് പറഞ്ഞു. ഇത് എത്ര ഉണ്ട് എന്ന് ചോദിക്കാൻ പറഞ്ഞു. ആ കുട്ടി പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ 96 പവനുണ്ട്. 29 കൊല്ലം മുമ്പത്തെ കഥയാണ്. 96 പവൻ. സുബ്ഹാനല്ലാഹ്. ഒറ്റ ഉമ്മയാ തരുന്നത്. ആ കാഞ്ഞങ്ങാട് ആ മദ്രസ കയറി പിറ്റത്തെ കൊല്ലം ഞാനും പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മർഹൂം മഹാനവർകൾ ഉദ്ഘാടനം, ഞാൻ മുഖ്യപ്രഭാഷണമായി അവിടെ ചെന്നു. ഈ പെണ്ണുങ്ങളുടെ പൊരയിലാ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഭക്ഷണം കഴിച്ച് ദുആ ചെയ്ത് തങ്ങളവർകൾ കാറി കയറിയപ്പോ ഞാൻ തങ്ങളുടെ പുറകിലാണ്. തങ്ങൾ കാറി കയറി തങ്ങളെ യാത്രയാക്കി ഞാൻ എന്റെ കാറിൽ കയറാൻ ശ്രമിക്കുമ്പോ പർദ്ദയിട്ടൊരു പെങ്ങള് വാതിലിന്റെ പുറകുന്ന് വിളിച്ചു, ഉസ്താദേ, ഉസ്താദ് പോകരുത്, അവിടെ നിൽക്കണം, എനിക്കൊരു കാര്യം പറയാണ്ട്. ഉസ്താദ് എന്ന് വായത് പറഞ്ഞപ്പോ എന്റെ കയ്യിലുള്ള മുഴുവൻ സ്വർണ്ണം കൊടുത്തിട്ട് ഞാൻ ആ മദ്രസക്ക് തന്നു. ഉസ്താദേ, വല്ലാഹിയാണെന്ന് എന്റെ കയ്യിൽ ഒരു ഗ്രാം പോലും ബാക്കിയില്ല കേട്ടോ. എന്റെ ഭർത്താവ് ഷാർജയില് ഒരു ബിസിനസ്സുകാരനാണ്.
കടം കൊണ്ട് ബുദ്ധിമുട്ടി കിടക്കുകയായിരുന്നു. എന്നിട്ടാണ് ഞാൻ മുഴുവനും അങ്ങ് തന്നത്. പക്ഷേ എന്റെ സദഖയുടെ ബർക്കത്ത് കൊണ്ടാവാം എന്റെ ഭർത്താവിന്റെ കച്ചവടത്തിൽ വലിയ ലാഭമുണ്ടായി. ഒരു കൊല്ലം കൊണ്ട് ഞങ്ങൾ അത്യുന്നതിയിലെത്തി. ആ 96 പവനും ഞങ്ങൾ ഇന്ന് തിരിച്ചെടുത്തു. ഞങ്ങളിന്ന് വലിയ പൊസിഷനിലാ ഉസ്താദെ. ഉസ്താദ് ആ മജ്‌ലിസിൽ വെച്ച് ദുആ ചെയ്യണമെന്ന് ആ പെങ്ങൾ പറയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എത്രയെത്ര സ്ഥലങ്ങൾ, എത്രയെത്ര ഈ കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും അബുദാബിയില് ഞാനൊരു വായന ചെന്ന് മുഷ്രിഫ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അബുദാബിയിൽ. അവിടുത്തെ പള്ളിയിൽ പ്രസംഗിക്കുമ്പോ അവിടെ പള്ളിയുടെ സൈഡില് മലയാളികളായ പെണ്ണുങ്ങൾ വായനക്കാൻ വന്നിട്ടുണ്ട്. അപ്പോ ഒരു സ്ഥാപനത്തിന്റെ കളക്ഷനാ. ഞാൻ പറഞ്ഞു കേരളത്തിലുള്ള പെണ്ണുങ്ങൾ ഇവിടെ ഉണ്ട്, എല്ലാ പെണ്ണുങ്ങളും ഒരു സ്വർണം തരണം പറഞ്ഞു. അപ്പൊ പെണ്ണുങ്ങൾ മോതിരം വളയൊക്കെ കൊടുന്നു. ഇതൊരു അറബി പെണ്ണും വാതിലൊക്കെ വന്നിട്ടുണ്ട് അവിടെ. അത് ഞാൻ അറിയില്ല. അറബി പെണ്ണുങ്ങൾ ചോദിച്ചു ഇതെന്താ? അപ്പൊ അറബി അറിയുന്ന പെണ്ണുങ്ങൾ പറഞ്ഞു കൊടുത്തു, ഇത് കേരളത്തിലെ ഉത്സവമാര് പള്ളിക്കും മദ്രസക്കും സദക്കയായിട്ട് ഞങ്ങളുടെ കയ്യിലുള്ള ആഭരണങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾ കൊടുക്കാറുണ്ട്. ഉടനെ ആ അറബി പെണ്ണ് കഴുത്തിൽ കിടക്കുന്ന ഒരു സ്വർണ്ണല്ലാതെ വൈഢൂര്യം മരതകം പോലത്തെ വലിയ വിലപിടിപ്പുള്ള ഒരു രത്നത്തിന്റെ മാല കൊടുത്തയക്കുകയാണ്. അന്നത്തെ കാലത്ത് അതിന് 10-12 ലക്ഷം രൂപ വില വരുന്ന ഒരു മാല ഒരു അറബി പെണ്ണുങ്ങൾ കൊടുത്തയക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പൊ അങ്ങനത്തെ ആളുകള് പാതിരാത്രി പ്രസംഗിച്ച് നിങ്ങളൊക്കെ സ്വർണം വളയും കമ്മലും ചുറ്റും കല്ലും കട്ടയും വാങ്ങിച്ചിട്ടാണ് ഇതുപോലത്തെ സ്ഥാപനങ്ങള് മർക്കസടക്കം മായദിനടക്കം അതുപോലെ തന്നെ നമ്മളെ ഉള്ളാളത്തെ സ്ഥാപനങ്ങളടക്കം കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഈ സ്ഥാപനങ്ങളൊക്കെ വളർത്തിയത് പഴയകാല ആലിമീങ്ങളുടെ വഅദാണ്. അതിനെ നമ്മൾ നിസ്സാരപ്പെടുത്തി കാണണ്ടട്ടോ. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് പോവുകയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു 1400 കൊല്ലം മുമ്പേ മദീനയുടെ മിമ്പറിന്റെ മുകളിൽ നിന്ന് വിളിച്ചപ്പോ 1600 മൈലുകൾക്കപ്പുറത്ത് കിടക്കുന്ന നഗാബന്ദി യുദ്ധക്കളത്തില് സാരിയത്ത് റളിയല്ലാഹു അൻഹു ആ വിളി കേട്ടു. മൊബൈൽ ടവറില്ല, സാറ്റലൈറ്റ് ഇല്ല, ഈ സംവിധാനങ്ങളൊന്നുമില്ല. ഇത് ഇപ്പൊ വയലു പറഞ്ഞാൽ കുഴപ്പമില്ല. ഇത് നമ്മളൊരു 50 കൊല്ലം മുമ്പ് വയലു പറഞ്ഞെങ്കിലോ. ഉദാഹരണം, ഞാന് എൻ്റെ ആദ്യകാല ഒരു 35 കൊല്ലം മുമ്പത്തെ എൻ്റെ പ്രഭാഷണത്തിൽ ഞാനൊരു ഹദീസ് ഉദ്ധരിക്കാറുണ്ടായിരുന്നു. ആ ഹദീസ് എന്താണെന്നറിയോ? വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ വഖഅ ഫീ അഹദി ഇനാഇക്കും. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ആരുടെങ്കിലും കുടിക്കുന്ന പാനീയത്തിൽ ഒരു ഈച്ച വീണ് കഴിഞ്ഞാൽ ആ ഈച്ചയെ പിടിച്ച് വെള്ളത്തിൽ ഒന്നുകൂടി മുക്കി എന്നിട്ട് ആ ഈച്ചയെ പുറത്ത് കളഞ്ഞിട്ട് വേണമെങ്കിൽ ആ വെള്ളം കുടിക്കാം. കുടിച്ചോളാൻ നിയമമൊന്നുമില്ല കേട്ടോ. ഈച്ച ചാടിയ വെള്ളം ആ വെള്ളത്തിൽ ഈച്ചനെ മുക്കിയിട്ട് കുടിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഒന്നുമില്ല. ഈച്ചനെയും കളയാ, വെള്ളവും കളയാ, ഗ്ലാസും കളയാ, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ചിലപ്പോ ആ ഒരു വെള്ളേ ഉള്ളൂ കുടിക്കാൻ, വേറെ വെള്ളമില്ല. അപ്പൊ എന്ത് ചെയ്യും? ഈ വെള്ളത്തിന്റെ മസാല എന്താണ്? അപ്പോഴാണ് പ്രവാചകൻ 1400 കൊല്ലം മുമ്പ് പറഞ്ഞത്, ആ ഈച്ചയെ പിടിച്ച് ഒന്നുകൂടി ആ വെള്ളത്തിൽ മുക്ക്, എന്നിട്ട് ഈച്ചനെ കളി, ആ വെള്ളം കുടിച്ചോ. ഇത് പണ്ട് യുക്തിവാദികൾ എടുത്തിട്ട് പറഞ്ഞു, മുഹമ്മദ് വിഡ്ഢിയാൻ. അബൂജാഹിൽ ആ കാലത്ത് തന്നെ പറഞ്ഞു, ഈ ഈച്ച എന്ന് പറഞ്ഞാൽ ഏറ്റവും വടക്കെട്ട ജീവിയാണ്. വൃത്തികെട്ട സ്ഥലത്തല്ലാതെ നല്ലോടത്ത് ഈച്ച ഉണ്ടാവില്ല. പെങ്ങളിങ്ങനെ കൈന്റെ മുകളില് നല്ല ഊതിങ്ങനെ തേക്കുക, എന്നിട്ട് വെച്ചാൽ ഈച്ച വന്നിരിക്കും. 1 കിലോമീറ്റർ അകലത്ത് പോലും വരില്ല. അതുകൊണ്ടല്ലേ റസാനത്തിന്റെ മുസന്നിഫ് പറഞ്ഞത്, വലാതകുൻ കദുബാബിൻ ഫിൽ ജുറൂഹി വകൽ ദുനസ്സിഹാഹി മിനൽ അഇളാഇ മുസ്തലിമാ. നീ ഈച്ചനെ പോലെ ആവരുത്. ഈച്ച വടക്കെട്ട വൃത്തികെട്ട സ്ഥലത്തെ വന്നിരിക്കുന്നു, നല്ല സ്ഥലത്ത് ഈച്ച വരില്ല. അപ്പോ ആ ഈച്ച വന്ന് വെള്ളത്തിൽ വീണാൽ അബൂജാഹിൽ ലഅനത്തുല്ലാഹി അലൈഹി അന്ന് പറഞ്ഞു, മുഹമ്മദ് വിഡ്ഢിയാണ്. കാരണം ഈച്ച വന്ന് വെള്ളത്തിൽ വീണാൽ ഈച്ചനെ പിടിച്ച് പിന്നെ വെള്ളത്തിൽ ഒന്നും കൂടി കലക്കി കുടിക്കണം, ഈച്ച ജ്യൂസ് കുടിക്കണം എന്ന് പറഞ്ഞ ആളാണ് മുഹമ്മദ്. അതുകൊണ്ട് മുഹമ്മദ് വിഡ്ഢിയാ. സുബ്ഹാനല്ലാഹ്. 1386
കേട്ടോ. 1386 ജപ്പാനിൽ ജനിച്ച ഡോക്ടർ കൈറോ തുമിസ് എന്ന് പറഞ്ഞ മനുഷ്യൻ വന്നു. അയാൾ ഈ ഹദീസ് കണ്ടു. അയാൾ യുക്തിവാദിയാണ്. പക്ഷേ അയാൾ ഇസ്ലാമിനെ പഠിച്ചിട്ട് വിമർശിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വേണം. 99.9 യുക്തിവാദികളും ഇസ്ലാമിനെ പഠിക്കാതെയാണ് കുറ്റം പറയുന്നത്. പഠിച്ചാൽ പിന്നെ കുറ്റം പറയൂല കേട്ടോ. കാരണം പഠിക്കേണ്ട മതമാണ് ഇസ്ലാം. അള്ളാന്റെ മത, അള്ളാന്റെ നിയമമാണ്, അള്ളാന്റെ ബുദ്ധിയാണ്, അള്ളാന്റെ ഹിക്മത്താണ്. അത് മനുഷ്യന്റെ ബുദ്ധിയായി കമ്പയർ ചെയ്താൽ നടക്കത്തില്ല കേട്ടോ. അപ്പൊ ഇയാളെ ഈ ഹദീസ് കൊണ്ടുപോയിട്ട് ഇയാൾ ആദ്യം ചെയ്തത് ഈച്ചനെ പിടിച്ചിട്ട് മൈക്രോസ്കോപ്പിൽ വെച്ചു. പഠിച്ചു. ഈച്ചനെ വെള്ളത്തിലിട്ട് നോക്കി. വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം പരിശോധിച്ചു. അപ്പോൾ ഈച്ചന്റെ കാല് മുങ്ങി വീഴുന്ന സ്ഥലത്ത് മാരകമായിരിക്കുന്ന വൈറസുകൾ വരുന്നുണ്ട്, ബാക്ടീരിയകളുണ്ട്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞതുപോലെ ഈച്ചനെ ഒന്നുകൂടി പിടിച്ചതിൽ മുക്കി വെക്കി. അപ്പോഴേ ആൾ കണ്ടു ആ മാരകമായ വിഷത്തെ നശിപ്പിക്കുന്ന പ്രതിരോധ വാക്സിൻ ഈച്ചന്റെ മറ്റേ കാലിലുണ്ട്. ആന്റിഡോട്ട് എന്ന് പറയുന്ന പ്രതിരോധ വാക്സിൻ ഈച്ചന്റെ മറ്റേ ചിറകിലുണ്ടെന്ന് 1400 കൊല്ലം മുമ്പ് ഹബീബായ തങ്ങൾ പറഞ്ഞപ്പോൾ അതിനെ എഴുതി തള്ളിയവര് ഇപ്പൊ പറയണോ അത് ശരിയാണ്. ശരിയാണ്. ഇപ്പോ മുസ്ലിങ്ങൾക്ക് തിന്നാൻ പാടില്ലാത്ത പല സാധനവും അല്ലേ? പന്നി ഇറച്ചി തിന്നാൻ പറ്റുമോ? പാടില്ല. പോർക്ക് തിന്നാൻ പാടുണ്ടോ? ഇല്ല. പന്നിയും പോർക്കൊക്കെ ഒന്ന് തന്നെയാണ്. നായ തിന്നാൻ പാടുണ്ടോ? നോ നോ നോ. എന്താണ് ഈ പന്നിനെ തിന്നരുത് എന്ന് പറയാനുള്ള കാരണം? ഈ അടുത്ത കാലത്ത് പന്നിയിൽ നിന്ന് മാരകമായ രോഗങ്ങൾ ഉണ്ടായപ്പോൾ ആ പന്നിയുടെ മാംസം കൊണ്ടുപോയി പരിശോധിച്ചപ്പോ പറഞ്ഞു പന്നി മാംസം കൊണ്ട് ശരീരത്തിന് ഒരു ഗുണമില്ല എന്ന് മാത്രമല്ല മാരകമായ ഒരുപാട് രോഗങ്ങൾ മനുഷ്യരിലേക്ക് പടർന്നു പകരാൻ പന്നി മാംസത്തിന് സാധിക്കും. അതുകൊണ്ടാണ് റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുസ്ലിമീങ്ങളെ നിങ്ങൾ അത് കഴിക്കണ്ട. കഴിക്കാൻ ഇവിടെ ആട് കഴിച്ചോ, പോത്ത് കഴിച്ചോ, ബീഫ് കഴിച്ചോ, ചിക്കൻ കഴിച്ചോ, മട്ടൻ കഴിച്ചോ, അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ കഴിക്കേണ്ടവര് കഴിക്കാം. കഴിച്ചോളന്നില്ല, കഴിക്കേണ്ടവര് കഴിക്കാം. പക്ഷേ പന്നി വേണ്ട. അതിനെ നിരോധിക്കുന്നതിന്റെ പിന്നിലൊക്കെ ശാസ്ത്രീയമായ രഹസ്യങ്ങളുണ്ട്. ഈ ശാസ്ത്രം പഠിച്ചതും അത് തന്നെയാണ്. അല്ലാതെ യുക്തിവാദികൾ പറയും അതങ്ങനെ തദൈവ വെറുതെ ഉണ്ടായതാ. അത് നേച്ചറല്ല, അത് പ്രകൃതിയാണ്. വിഡ്ഢികളെ, ഈ പ്രകൃതിയുടെ പേരെന്നെയാണ്. അത് അല്ലാഹ് ഉണ്ടാക്കിയതന്നെ ഈ പ്രകൃതി. ഈ പ്രകൃതിയാണ് ഈ സാധനം ഉണ്ടല്ലോ. ആരുണ്ടാക്കിയതാ? അല്ലാഹു റബ്ബുൽ ആലമീൻ. അല്ലാതെ വെറുതെ ഉണ്ടായതാണ് അല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിന്റെ പേരിൽ നമ്മൾ ആദർശം മാറ്റണ്ട. നമ്മുടെ വിശ്വാസത്തിന് പുറകോട്ടും പോണ്ട. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 1400 കൊല്ലം മുമ്പേ മദീനയുടെ പള്ളിയുടെ മുകളിൽ നിന്ന് വിളിച്ചപ്പോൾ ആ വിളിനാരി ബഹുമാനപ്പെട്ട സാരിയത്ത് തങ്ങൾ നഗാവന്തി യുദ്ധക്കളത്തിൽ വെച്ച് കേട്ടു. മഹാനായ സാരിയത്ത് തങ്ങൾ കേട്ടത് ചെവി കൊണ്ടാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടത് കണ്ണുകൊണ്ടാണ്. 1600 മൈലപ്പുറത്ത് കിടക്കുന്ന സാരിയത്തിന് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ വിളി കേൾക്കുമെന്ന് എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പരിശുദ്ധ ഖുർആൻ എടുത്തൊന്ന് നോക്കിയാൽ നമുക്ക് കാണാം മക്കളെ. 4000 കൊല്ലം മുമ്പ് ജീവിച്ചു പോയ പ്രവാചകനാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. ബൈബിളിൽ പറയുന്ന സോളമൻ, ഖുർആൻ പറയുന്ന സുലൈമാൻ ഒരൊറ്റാളാണ് കേട്ടോ. സുലൈമാൻ നബി അലൈഹിസ്സലാം കേരളത്തിൽ വന്നിട്ടുണ്ട് എന്നും ചരിത്രത്തിലുണ്ട് കേട്ടോ. ഇപ്പോ 4000 കൊല്ലം മുമ്പ് ഭാരതപ്പഴമ എന്ന് പറഞ്ഞൊരു പുസ്തകം അയ്യപ്പൻ എന്ന് പറഞ്ഞ ഒരു അമുസ്ലിം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ നോക്കിയാ കാണാം കേരളത്തിലെ മലപ്പുറം ജില്ലയില് നിലമ്പൂര് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഏറ്റവും പുരാതനമായ തേക്ക് തടികളുള്ള നാടാണ് നിലമ്പൂർ. നിലമ്പൂരിൽ ഒരു തേക്ക് മ്യൂസിയം തന്നെയുണ്ട്.
ആ തേക്ക് മരത്തിലെ തേക്ക് തടികൾ മുറിച്ചു കൊണ്ടുപോയിട്ടാണ് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കൊട്ടാരം നിർമ്മിച്ചതെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, സുലൈമാൻ നബി അലൈഹിസ്സലാം 4000 കൊല്ലം മുമ്പ് ജീവിച്ച പ്രവാചകനാണ്. ആ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കഥ പരിശുദ്ധ ഖുർആനിലുണ്ട്. ആ സുലൈമാൻ നബിയുടെ കഥ പറഞ്ഞെടുത്ത് കാണാം. ഒരു സമയത്ത് സുലൈമാൻ നബിയും പട്ടാളക്കാരും ഒരു വഴിയിലൂടെ അങ്ങനെ നടന്നു പോവുകയാണ്. പരിചാരകന്മാരും നടന്നു പോവുകയാണ്. ആ സമയത്താണ് സുലൈമാൻ നബി ഒരു ശബ്ദം കേൾക്കുന്നത്. എന്താണ് ശബ്ദം? യാ അയ്യുഹൻ നംലൂ, ഉറുമ്പുകളെ, ഉദ്ഖുലൂ മസാകിനകും, നിങ്ങളൊക്കെ നിങ്ങളുടെ വീടുകളിൽ പോയി ഒളിച്ചോ കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ പോയി കിടന്ന് ഒളിച്ചോ. കാരണം നിങ്ങൾ ഇപ്പൊ പോണ വഴിയിലൂടെ പോയാൽ ലോക ചക്രവർത്തിയായ നബിയുല്ലാഹി സുലൈമാൻ ഓർക്കെ പറഞ്ഞോ അലൈഹിസ്സലാം, ലോകം മുഴുവൻ അടക്കി ഭരിച്ച വേൾഡ് വൈഡ് ചക്രവർത്തിയാണ് ആര്? നബിയുല്ലാഹി സുലൈമാൻ. അങ്ങനെ കുറച്ചാൾക്ക് മാത്രമേ ആ ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ ലോകത്ത്. ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദിയാണ്, അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപാണ്, ഇസ്രയേലിന്റെ പ്രസിഡന്റ് ഹമുക്ക് നെതന്യാഹുവാണ്. അയാൾ അങ്ങനെയും പറഞ്ഞാ പോരാ, കുറഞ്ഞ ഭാഷയിൽ പറഞ്ഞതാ ഞാൻ കേട്ടോ. ഇസ്രയേൽ ലോക ചരിത്രത്തിലെ ഏറ്റവും വൃത്തികെട്ട രാജ്യമാണ്. ഹബീബായ തങ്ങളുടെ റൗളാ ഷരീഫിന്റെ ഉള്ളിലേക്ക് തുരങ്കണ്ടാക്കി പോയിട്ട് ഹബീബായ തങ്ങളുടെ റൗള ഉള്ളിൽ കടന്നിട്ട് ഹബീബായ തങ്ങളുടെ പരിശുദ്ധ ശരീരമെടുത്ത് കത്തിച്ചു കളയാനും അതിന്റെ ഉള്ളിൽ വക്കോല് കുത്തി നിറക്കാനും ഹിജ്റ 626 ശ്രമം നടത്തി പരാജയപ്പെട്ടവരാണ് ഇന്ന് കാണുന്ന ഇസ്രയേൽ. ഒരു ചില്ലറക്കാരല്ല. അക്കാലത്ത് മദീന രാജ്യം ഭരിച്ചിരുന്ന രാജാവ്, അയാൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കാണിച്ചു കൊടുത്തു. രാജാവേ, എന്നെ ഖബറിൽ കിടക്കാൻ സമ്മതിക്കാതില്ല ഇവന്മാര്. ആര്? സ്വപ്നത്തിൽ 2 ആളുകളെ കാണിച്ചു കൊടുത്തു. 2 ആൾക്കാരെ കണ്ണും പൂച്ചയുടെ കണ്ണ് പോലത്തെ കണ്ണ, വെളുത്ത കണ്ണ. ഇവരെ ഉടനെ പിടിക്കണം പറഞ്ഞു. രാജാവ് ഈ സ്വപ്നം രാത്രി നേരം വെളുക്കുന്നതിന്റെ ഉള്ളിൽ 3 വട്ടം കണ്ടു. കറാത്ത് മറാത്ത് കണ്ടു, റിപ്പീറ്റ് ആൻഡ് റിപ്പീറ്റ് കണ്ടു. അപ്പൊ രാജാവ് പേടിച്ചു. നേരം വിളിക്കുമ്പോ പ്രധാനമന്ത്രിനെ വിളിച്ചു, മന്ത്രിമാരെ വിളിച്ചു, ഈ സ്വപ്നത്തിന്റെ കാര്യം പറഞ്ഞു. സ്വപ്നത്തിനൊരു വ്യാഖ്യാനമൊക്കെ ഉണ്ട്. സാലിഹീങ്ങളുടെ സ്വപ്നം അല്ലാഹു തആല കൊടുക്കുന്ന ഒരു സന്ദേശമാണ്. സ്വപ്നത്തിന് വ്യാഖ്യാനമുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല കഴിവ് കൊടുത്തതായി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. റബ്ബിഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിൻ തഹ്വീലിൽ അഹാദീസ് സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് നീ എനിക്ക് തന്നു എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തതായി പരിശുദ്ധ ഖുർആനിൽ കാണാം. അപ്പോ 3 വട്ടം നേരം വെളുക്കുന്നതിന്റെ ഉള്ളിൽ സ്വപ്നം കണ്ടപ്പോ രാജാവ് മന്ത്രിസഭ വിളിച്ചു, വിഷയം അവതരിപ്പിച്ചു. ആ പ്രധാനമന്ത്രി പറഞ്ഞു, രാജാവേ, ആ സ്വപ്നം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്ത് തന്നെ സൂക്ഷിക്കണം. ഹബീബായ തങ്ങളെ എന്തോ ആരോ വിഷമിപ്പിക്കുന്നുണ്ട്. ഈ കണ്ട വ്യക്തിനെ രാജാവിന് മാത്രമേ കണ്ടിട്ടുള്ളൂ സ്വപ്നത്തിൽ, മറ്റുള്ളവർ കണ്ട അറിയില്ലല്ലോ. അപ്പൊ എങ്ങനെ ഇവരെ കണ്ടുപിടിക്കും? അപ്പൊ പ്രധാനമന്ത്രി ഒരു തന്ത്രം പറഞ്ഞു, നമ്മളങ്ങ് പ്രഖ്യാപിക്കാം, നമ്മുടെ ഈ രാജ്യത്തുള്ള എല്ലാവർക്കും കൊട്ടാരത്തിൽ വന്നാൽ രാജാവിന്റെ വകയായി നാണയ വിതരണം. കാശിന്ന് കേൾക്കുമ്പോ എല്ലാരും ഓടി വരും. അങ്ങനെ പ്രഖ്യാപിച്ചു, എന്റെ കൊട്ടാരത്തിൽ വരുന്നവർക്കൊക്കെ നാണയം. 1000 10,000 വന്നു. രാജാവിന്റെ ഖജനാവ് കാലിയായി. പക്ഷേ സ്വപ്നത്തിൽ കണ്ട പൂച്ചക്കണ്ണന്മാരെ കണ്ടെത്താൻ പറ്റിയില്ല. രാജാവ് വീണ്ടും മീറ്റിംഗ് കൂടി, കാണാനില്ല. ഇനി എന്ത് ചെയ്യും? അപ്പോഴാണ് രാജസദസ്സിൽ വന്ന ഒരു സാധാരണക്കാരൻ പറഞ്ഞു, രാജാവേ, രാജാവിന്റെ ഈ ഹദിയ സ്വീകരിക്കാൻ ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകളും വന്നു. പക്ഷേ 2 ആള് വന്നിട്ടില്ല. അവര് ഒരാളുടെയും ഔദാര്യം സ്വീകരിക്കുന്നവരല്ല. നല്ല താടി വെച്ച തലേ കെട്ടുകെട്ടിയ വെള്ളവസ്ത്രം ധരിച്ച ആളുകളാണ്. തലയിൽ തലപ്പാവും മുഖത്ത് താടി, തുണിയോ ഞെരിയാണ് കൊരൽപ്പം കേറി.
നല്ല തലേക്കെട്ടും ജരിയാണിയുടെ മുകളിൽ കണങ്കാലിന്റെ മധ്യത്തിലുള്ള സൂഫീസത്തിന്റെ തുണി. അവരെ കണ്ടാൽ തന്നെ നല്ല മനുഷ്യരാണ്, മുത്തഖീങ്ങളാണ്. അവരാരുടെ ഔദാര്യം സ്വീകരിക്കുന്നവരല്ല. അപ്പ രാജാവ് പറഞ്ഞു, എന്നാൽ അവരെ കൊണ്ടൊന്നത് അരപ്പിക്കാലോ, ഇവരെ കണ്ടുപിടിക്കാൻ. കുതിരപ്പുറത്ത് കയറി ആ വ്യക്തി പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ കഅബ ഹറമിന്റെ തൊട്ടപ്പുറത്ത് റൗള ഷരീഫിന്റെ നോക്കിയാൽ കാണുന്ന സ്ഥലത്ത് ഒരു ഷെഡ് കെട്ടി, ടെന്റ് കെട്ടി, അതിന്റെ അകത്ത് അവർ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുകയാണ്, ഖുർആൻ ഓതുകയാണ്. രാജാവ് ചെന്നപ്പോൾ വളരെ ബഹുമാനത്തോടെ ഖുർആൻ മടക്കി വെച്ച് കൈ കൊടുത്ത് മുസാഫാത്ത് ചെയ്ത് സലാം പറഞ്ഞു. രാജാവ് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താ? പേര് പറഞ്ഞു. പെട്ടെന്ന് തന്നെ രാജാവിന്റെ ഹൃദയത്തിൽ പതിഞ്ഞു, തലേ ദിവസം രാത്രി സ്വപ്നം കണ്ട രണ്ട് വ്യക്തികൾ തന്നെയാണ് ഇവർ. അവരുടെ രൂപം രാജാവിന്റെ മനസ്സിൽ തെളിഞ്ഞു. പക്ഷേ രാജാവ് അവരെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ തീരുമാനിച്ചു. നിങ്ങൾ എവിടുന്ന് വന്നവരാണ്? എന്തിനു വന്നവരാണ്? ലക്ഷ്യം എന്താണ്? ഇപ്പൊ കാര്യം എന്താണ്? അപ്പോഴവര് പറഞ്ഞു, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ റൗദന്റെ അടുത്ത് വന്നിരുന്നിട്ട് ഇവിടെ ഇന്ന് ഖുർആൻ ഓതി തീർക്കാൻ വേണ്ടി നിയ്യത്ത് ചെയ്ത് വന്നവരാണ്. പെട്ടെന്ന് രാജാവിന്റെ ബുദ്ധി അങ്ങ് പോയപ്പോൾ അതിലിരിക്കുന്ന ഒരുത്തന്റെ കസേരയുടെ അടിയിൽ മണ്ണ് ഇളകിക്കിടക്കുന്നത് കണ്ടു. അവൻ അവിടുന്ന് വലിച്ചു മാറ്റി കസേര എടുത്ത് പുറത്തിട്ടപ്പോൾ ഒരു ഗുഹ. ആ ഗുഹയിൽ പട്ടാളക്കാരിറങ്ങി നോക്കുമ്പോൾ ആ ഗുഹ പോകുന്നത് എവിടേക്കാണ്? മദീനയിൽ കിടക്കുന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ഖബറിലേക്കാണ് പോകുന്നത്. റൗള ഷരീഫിന്റെ തൊട്ടടുത്തെത്തിയിരിക്കുകയാണ്. ഒരു 2 ദിവസം കൂടി കേൾപ്പെട്ടാൽ ഖബറിന്റെ ഉള്ളിൽ കയറും. ഹബീബായ തങ്ങളെ എടുത്തു കൊണ്ടുപോകും. പകരം അതിര് വക്കോലും മറ്റും കുത്തി നിറക്കും. ഇസ്രായേല് പറഞ്ഞയച്ച ചാരന്മാരാണ്. രാജാവ് ക്വസ്റ്റ്യൻ ചെയ്തു, അവരെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തു. ഹറമിന്റെ പുറത്ത് കൊണ്ടുപോയി തലവെട്ടിക്കളഞ്ഞു. ഇതിലും വലിയ ശത്രുത മുസ്ലിമീങ്ങളോട് ഇനി ചെയ്യാനുണ്ടോ? റഹ്മത്തുൽ ലിൽ ആലമീൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ തുറന്ന് അതിന്റെ ഉള്ളിൽ കയറി ആ ഭൗതിക ശരീരം എടുത്തുകൊണ്ടുപോയി നശിപ്പിച്ചു കളഞ്ഞ് ലോക മുസ്ലിമീങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിച്ച ഇസ്രായേലിന്റെ പാരമ്പര്യം ചതിയുടെയും വഞ്ചനയുടെയും അക്രമത്തിന്റെയും കൊള്ളയുടെയും കൊലപാതകത്തിന്റെയും പ്രതീകമാണ് എക്കാലത്തും ഇസ്രായേൽ. ചരിത്രം അങ്ങനെയാ കാണുന്നത്, അല്ലേ? നിങ്ങൾ നോക്ക്, ഞാൻ പറഞ്ഞു വന്നത് സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു പട്ടാളക്കാരോട്, പട്ടാളക്കാരെ, നമ്മൾ ഈ വഴിയിൽ പോണ്ട, അങ്ങോട്ട് തിരി. നമ്മളിപ്പോ പോണ വഴിയില് കുറച്ച് ഉറുമ്പുകൾ നടന്നു പോകുന്നുണ്ട്. ആ ഉറുമ്പുകളുടെ നേതാവായ ഉറുമ്പ് മറ്റേ ഉറുമ്പുകളോട് പറയാണ്, യാ അയ്യുഹൻ നംലു, ഉറുമ്പുകളെ, ഉദ്ഖുലൂ മസാകിനക്കും, നിങ്ങൾ വേഗം മാളത്തിൽ കയറി ഒളിച്ചോ. ലാ യഹ്തിമന്നക്കും സുലൈമാൻ, സുലൈമാനും പട്ടാളും ഈ വഴിക്ക് വരുന്നുണ്ട്, അതിന്റെ കാലിന്റെ അടിപ്പെട്ട് നിങ്ങളൊക്കെ ചത്തുപോകും. രക്ഷ വേണോ? മാളത്തിൽ ഒളിച്ചോ. ഇത് മൈലുകൾക്കപ്പുറത്ത് ഉറുമ്പുകളുടെ ശബ്ദം സുലൈമാൻ നബിയുടെ കാതിൽ കേട്ടു. കേട്ടാൽ തന്നെ മനസ്സിലാകുമോ? അപ്പൊ മയിലൊന്നും വേണ്ട. ഇവിടെ ഇപ്പൊ നമ്മള് വാഴ പറയുന്ന സ്ഥലം. ഞാനൊരു പൂച്ച വന്നു നോക്കാം. പൂച്ച നല്ല ജീവിയല്ലേ, ബറക്കത്തിന്റെ ജീവിയാ പൂച്ച. പൂച്ച വീട്ടിൽ വന്നാൽ ആട്ടി ഓടിക്കാൻ പാടില്ല കേട്ടോ. ഞാൻ മലപ്പുറം ജില്ലയില് വളാഞ്ചേരിക്കടുത്ത് ആദവനാട് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഓതി പഠിക്കുന്ന ഒരു മുത്താരിം എൻ്റെ കൂടെ ഇവിടെ വാതിന് വന്നിട്ടുണ്ട്. ഞാൻ അവിടെ പോയി ഇടയ്ക്ക് ദിവസമൊക്കെ നടത്തി കൊടുക്കാറുണ്ട്. അവിടെ ഒരു പൂച്ച, ആ പള്ളിയിൽ നല്ല വെളുത്ത പൂച്ച. ഉസ്താദുമാരെ കണ്ടാൽ കാലിന്റെ അടിയിൽ ഇങ്ങനെ വന്ന് കിടക്കും. പള്ളിയിലാ മൂപ്പരെ കടത്തം. ആ പള്ളിയിൽ മൂത്രമൊഴിക്കണില്ല, കാഷ്ടിക്കണില്ല, ഒരു നജസ് പോലും പള്ളിയിലാക്കാതെ ആ പള്ളിയുടെ ഹുർമത്ത് ഇങ്ങനെ കാക്കണ പൂച്ച. ആ പൂച്ചനെ കണ്ടപ്പോ എനിക്ക് വല്ലാത്ത മഹബത്ത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ ഐഷ ബീവിയോട്, ഐഷ, പൂച്ചനെ നീ ആട്ടി ഓടിക്കണ്ട, അത് ബറക്കത്തുള്ള ജീവിയാണ്. പൂച്ച നിങ്ങളെ തവാഫ് ചെയ്ത് കിടക്കുന്ന ജീവിയാണ്. അതുകൊണ്ട് പൂച്ച കുടിച്ചതിന്റെ ബാക്കി ബീവി ഐഷ റളിയല്ലാഹു അൻഹ കുടിച്ചതായി കാണാം. പൂച്ച കിടന്നുറങ്ങുമ്പോ ആ പൂച്ചനെ ഉറക്കിൽ നിന്ന് എഴുന്നേൽപ്പിക്കാതെ വിരിപ്പ് മുറിച്ചു കൊണ്ടുപോയ ചരിത്രങ്ങൾ കാണാം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആ ഒരു പൂച്ച ഇവിടെ വന്നിട്ട് ഇപ്പൊ പറയാണ്, എന്താ ഇതിന്റെ അർത്ഥം നമുക്കറിയോ?
ഒരു നായ ഇവിടെ വന്ന് പറയാണ് ബൗ ബൗ ബൗ. നായന്റെ ലാംഗ്വേജ് നായ്ക്കറി, പൂച്ചന്റെ ലാംഗ്വേജ് പൂച്ചക്കറി, മറ്റുള്ളതിന്റെ ലാംഗ്വേജ് അതാത് ജീവികൾക്കറിയും. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഉറുമ്പിന്റെ സംസാരം അറിയാം, സുലൈമാൻ നബി അലൈഹിസ്സലാമിന് പട്ടികളുടെ സംസാരം അറിയാം, സുലൈമാൻ നബിക്ക് പൂച്ചകളുടെ സംസാരം അറിയാം. ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും വഴിപ്പെടുത്തി കൊടുത്ത പ്രവാചകനാണ് നബിയുല്ലാഹി സുലൈമാൻ. ഓർക്കപ്പറാമോനെ, നബിയുല്ലാഹി സുലൈമാൻ കേട്ടോ അലൈഹിസ്സലാം. എന്ത് ചരിത്ര ഖുർആൻ പറഞ്ഞു വെക്കണേ, നമ്മളതൊക്കെ ഒന്ന് പഠിക്കണം. ജിന്നുകളാണ് സുലൈമാൻ നബിയുടെ ഖാദിമീങ്ങൾ. ശൈത്താന്മാരെ സുലൈമാൻ നബിയുടെ കീഴിലാക്കി, അണ്ടറിലാക്കി. അതുകൊണ്ടല്ലേ ഒരിക്കൽ സുലൈമാൻ നബി കൊട്ടാരത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒറ്റ ചോദ്യമാണ്, അയ്യുക്കും യഅ്തീനി ബിഅർശിഹാ. എന്താ ചോദിച്ചത്? ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറത്ത് കിടക്കുന്ന ഒരു രാജ്യമുണ്ട്, ആ രാജ്യത്തിൽ ഒരു രാജ്ഞിയുണ്ട്. ആ രാജ്ഞിയുടെ പേരാണ് ബിൽഖീസ്. അവളിരിക്കുന്ന ഒരു സിംഹാസനം, വല്ലാത്ത സിംഹാസനം, കനക സിംഹാസനം. സുലൈമാൻ നബി ചോദിക്കുകയാണ് ജിന്നുകളോട്, ശൈത്താന്മാരോട്, അയ്യുക്കും യഅ്തീനി ബിഅർശിഹാ, ആ ബിൽഖീസിലിരിക്കുന്ന സിംഹാസനം ഏറ്റവും സ്പീഡിൽ എന്റെ മുമ്പിൽ കൊണ്ടുവരാൻ ആർക്കാണ് കഴിയാ? അപ്പോ ഖുർആൻ പറയുന്നു, ഫഖാല ഇഫ്രീത്തും മിനൽ ജിന്ന്, ജിന്നുകളുടെ കൂട്ടത്തിലെ കടുത്ത മല്ലന്മാരായ ജിന്ന്, ഭയങ്കര പവറുള്ള ജിന്ന്, അവരാണ് ഈ ഫിരീത്ത്. ആവൻ നീച്ചിട്ട് പറഞ്ഞു, അന ആതിക സുലൈമാൻ നബിയെ, അത് നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്ന് തരാം. എത്ര സമയം? സുലൈമാൻ നബി അലൈഹി സ്വലാം ചോദിച്ചു, വാട്ട് ഈസ് ദ ടൈം? എത്ര ടൈം? സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞു ചോദിച്ചപ്പോ ഇഫ്രീത്ത് പറഞ്ഞു, നിങ്ങൾ ഈ കസാരയിൽ ഇപ്പൊ ഇരിക്കല്ലേ, ഇതും വന്ന് പോണേന്റെ മുമ്പ് ഏകദേശം രാവിലെ സുലൈമാൻ നബി അലൈഹി സ്വലാം കസാരമ കയറിയ ഒരു ഉച്ച തിരിയും ഒരു 3 മണിയാവുന്നു വെച്ചോ കസാരമെന്ന് ഇരിക്കാൻ. അപ്പൊ 1600 മൈല് അപ്പുറത്ത് കിടക്കുന്ന രാജ്യത്തെ സിംഹാസനം ഒരു 3-4 മണിക്കൂറിന്റെ ഉള്ളില് നിങ്ങളുടെ മുമ്പില് ഞാൻ കൊണ്ടുവന്നരാന്ന് ഇഫ്രീത്ത് എന്ന ജിന്ന് പറഞ്ഞപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അതിനേക്കാൾ സ്പീഡിൽ കൊണ്ടുവരാൻ പറ്റുന്ന ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? അപ്പൊ ശൈത്താന്മാര് പോലും പറഞ്ഞു, സുലൈമാൻ നബിയെ, ഈ ഫിരീത്തിനേക്കാൾ കഴിവുള്ളവര് നമ്മുടെ കൂട്ടത്തിൽ ആരുമില്ല. നമ്മുടെ കൂട്ടത്തിലെ മല്ലന്മാര് ഫിരീത്താണ്. ഇതിനെ ഭാഗം മറിച്ചു കിടക്കാൻ നമുക്ക് ആർക്കും പറ്റൂല. അപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാം ഇത് പറഞ്ഞപ്പോൾ മജ്ലിസിലിരിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ, സാധുവായൊരു മനുഷ്യൻ, താടി നീണ്ടുപോയൊരു മനുഷ്യൻ, വൃദ്ധനായൊരു മനുഷ്യൻ അവിടുന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞാണ്, സുലൈമാൻ നബിയേ, അദ്ദേഹത്തിന്റെ പേരെന്താണെന്നറിയോ? ആസഫ് ഇബ്നു ബിർഖിയ റളിയല്ലാഹു അൻഹു. അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, സുലൈമാൻ നബിയെ, മൈലുകൾക്കപ്പുറത്ത് കിടക്കുന്ന ബിൽഖീസിന്റെ രാജസിംഹാസനം ഏതാനും സെക്കൻഡ്, എത്ര ടൈം എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കണ്ണ് ചിമ്മി മിഴിക്കുന്നതിന്റെ ഉള്ളിൽ, ഒരൊറ്റ സെക്കൻഡിന്റെ ഉള്ളില് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവന്ന് തരാം എന്ന് പറഞ്ഞപ്പോ ശൈത്താന്മാര് ഞെട്ടി. ഇഫ്രീത്ത് കടകടാ വിറച്ചു. മനുഷ്യനാ പറയണത്, ഞാൻ കൊണ്ടുവന്നരാ. അപ്പൊ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്നാ അതൊന്ന് കാണട്ടെ. സുലൈമാൻ നബിയോട് ആസഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കണ്ണ് ചിമ്മിക്കോ. കണ്ണ് ചിമ്മി സുലൈമാൻ നബിയുടെ മുമ്പിൽ പെട്ടെന്ന് അതാ ബിൽഖീസിന്റെ സിംഹാസനം വന്നു. ഇത് കണ്ടപ്പോ ശൈത്താൻ കെടുകൊടുത്തു. ജിന്നുകൾ വിറച്ചു, പ്രേതങ്ങൾ വിറച്ചു. ആസഫ് ഇബ്നു ബിർഖിയ റളിയല്ലാഹു അൻഹുവിനോട് സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്, ഇതെങ്ങനെ സാധിച്ചു? ഇതെങ്ങനെ സാധിച്ചത്? അത് സാധിച്ചതിന്റെ രഹസ്യം മൊയ്ലിയന്മാരുട്ടികൾ നല്ലോണം മനസ്സിലാക്കിക്കോ, നിങ്ങളും ഞാനും എല്ലാവരും. ഇതിന്റെ രഹസ്യം സുലൈമാൻ നബിക്ക് ആസഫ് ഇബ്നു ബിർഖിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത എന്താണെന്നറിയോ? സുലൈമാൻ നബിയെ, ഞാനല്ല ഇത് കൊണ്ടുവന്നത്, ഇത് എനിക്ക് എത്തിച്ചിരുന്നത് അള്ളയാണ്.
എന്താണ് ഇതിന്റെ രഹസ്യം എന്നറിയോ? ഇസ്മുൽ ആദമാണ്. അല്ലാഹുവിന് ഒരുപാട് പേരുകളുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. ആ പേരിൽ ഒരു പേര് ഇസ്മുൽ ആദമാണ്. അത് ഇന്നതാണെന്ന് പറയാൻ നമുക്കറിഞ്ഞൂടാ. അത് അറിയിപ്പി അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് അറിയിച്ചു കൊടുക്കുന്ന മഹാൻ ആരാന്നറിയോ? നബിയുല്ലാഹി ഖദർ അലൈഹിസ്സലാം. ഖദർ അലൈഹിസ്സലാമുമായി ബന്ധമുള്ളവർക്ക് ഇസ്മുൽ ആദം അറിയിച്ചു കൊടുക്കും. അതല്ലേ ചില ഔലിയാക്കൾ ഇവിടെ കണ്ടോരെ നമ്മൾ അജ്ജിന് പോകുമ്പോൾ മൂപ്പര് ഇവിടെ ഉണ്ട്, കാബത്ത് കഴിഞ്ഞപ്പോ അവിടെയുണ്ട്. മൂപ്പര് എങ്ങനെ ഇവിടെ അങ്ങനെ കുറെ കഴിവുകളുണ്ടല്ലോ. മൂപ്പര് ഇവിടെ ഉണ്ടായിരുന്നത് അവിടെ കണ്ടു, അവിടെ ഉണ്ടായിരുന്നു ഇവിടെ കണ്ടു. ഇസ്മുൽ ആദം അറിയുന്നവൻ ഇങ്ങനൊക്കെ ലോകം അല്ലാഹു തആല ചുരുക്കി കൊടുക്കും. ആസബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് ഇസ്മുൽ ആദമാണ്. ഇസ്മുൽ ആദം ചൊല്ലിയാൽ പെട്ടെന്ന് ഇജാബത്തുണ്ട്, ഉദ്ദേശിച്ച കാര്യം നടക്കും. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു അലവിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഹദ്ദാദ് റാത്തീബ് ചെല്ലാൻ പറഞ്ഞപ്പോ കുറച്ച് പേര് പറയാൻ പറഞ്ഞു. യാ അലിയു യാ കബീറു യാ അലീമു യാ ഖദീറു യാ സമീഉ യാ ബസീറു യാ ലത്തീഫു യാ ഖബീർ. ഇതിൽ ഒന്ന് ഇസ്മുൽ ആദമാണ്. ഏതാണെന്നറിയൂല. അത് മഹാന്മാരുമായി ബന്ധപ്പെട്ടാൽ കിട്ടും ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞു വരുന്നത് പിശാചിനല്ല കഴിവുള്ളത്, ശൈത്താനല്ല കഴിവുള്ളത്, ഇഫ്രീത്തിനല്ല കഴിവുള്ളത്. കഴിവല്ല ഏറ്റവും അധികം കൊടുത്തത് മനുഷ്യനാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കൾക്കാണ്, അംബിയാക്കൾക്കാണ്. അത് കഴിഞ്ഞാൽ അതിനോട് പിൻപറ്റി നിൽക്കുന്നവർക്കാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് കഴിവ് കൊടുത്തതാരാണ്? അല്ലാഹുവാണ്. 4000 കൊല്ലം മുമ്പ് സുലൈമാൻ നബിക്ക് കൊടുത്ത കഴിവ് 1400 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് കൊടുത്തു. ഇപ്പോഴാണ് ഞമ്മക്ക് കിട്ടിയത്. നിങ്ങളുടെ കയ്യില് ഈ സാധനല്ലേ സുനാമി മൊബൈൽ അതില്ലാത്ത ഇപ്പൊ പ്രസവിച്ച് വീണ കുട്ടിക്കും ഉണ്ട് സിം കാർഡും മൊബൈലും. അതില്ലെങ്കിൽ കുട്ടി കരയാതിരിക്കില്ല. ഇപ്പൊ നിങ്ങള് എന്ത് കളിപ്പാട്ടം കൊടുത്താൽ ഇക്ക് വേണ്ട. കാറ് തരാൻ മോനെ, ആർക്ക് കാറ്? മോട്ടോർ സൈക്കിൾ പഠിച്ചാൽ ഇക്ക് വേണ്ടേ, മൊബൈല് തരാം. കുട്ടികൾ കരച്ചിൽ മാറ്റണം, ചോറ് കഴിക്കണം, അല്ലെ ഉമ്മ പറഞ്ഞ കേൾക്കണം, ഉസ്താദ് പറഞ്ഞ കേൾക്കണോ, ആര് പറഞ്ഞ കേൾക്കണോ? മൊബൈൽ കൊടുത്താൽ മതി. കാരണം അത് ലോകം മുഴുവൻ അതിന്റെ അകത്താണ്. ഇപ്പൊ നമ്മൾ ഇവിടെ പ്രസംഗിക്കുന്ന ഈ പ്രസംഗം അമേരിക്കയിൽ കാണുന്നു, ലണ്ടനിൽ കാണുന്നു, സൗദിയിൽ കാണുന്നു, ഖത്തറിൽ കാണുന്നു, എവിടെയും കാണാം. ഇവിടുന്ന് വേണമെങ്കിൽ അങ്ങോട്ട് വിളിക്കുകയും ചെയ്യാം. ഓൺലൈനിൽ വിളിച്ചൂടെ? ഇതാണ് ഖുർആൻ പറഞ്ഞത്. 4000 കൊല്ലം മുമ്പ് സുലൈമാൻ നബിക്ക് അല്ലാഹു കൊടുത്തു. 1400 കൊല്ലം ഇപ്പുറത്ത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബിന് കൊടുത്തു. അല്ലാഹു ഏറ്റവും വലിയ പവർ വിഐപികൾക്കാ കൊടുക്കുക. അത് ആദ്യം അമ്പിയാക്കൾക്ക്, പിന്നെ ഔലിയാക്കൾക്ക്, പിന്നെ നമ്മളെ പോലത്തെ 4ാം കടക്കാർക്ക് കിട്ടുമ്പോ കാലം കുറെ കഴിയും. ഈ നമുക്ക് ഇതാ മൊബൈൽ വന്നു, തന്നെ ടെക്നോളജി. ഈ ലോകത്ത് ഇസ്ലാം പരിചയപ്പെടുത്താത്ത, അല്ലാഹുവിന്റെ ഔലിയാക്കളിലെത്താത്ത, അല്ലാഹുവിന്റെ അമ്പിയാക്കൾക്ക് കൊടുക്കാത്ത ഒരു ടെക്നോളജിയും ഇന്ന് വരെ ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ലോകം പുരോഗമിച്ചില്ലേ? പുരോഗമിച്ചു. നമ്മളങ്ങനല്ലേ പറയാ? റജബുൻ ഷഹ്റുല്ലാഹ്. റജബ് അല്ലാഹുവിന്റെ മാസമാണ്. വശഅബാനു ശഹരി, ശഅബാൻ എന്റെ മാസമാണ്. വറമദാനു ഉമ്മത്തി, റമദാൻ എന്റെ ഉമ്മത്തിന്റെ മാസമാണ്. അല്ലേ? ഈ റജബ് ഒരുപാട് പ്രത്യേകതകളുള്ള മാസമാണ്. പക്ഷേ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ പ്രത്യേകത എന്താ? സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറക്നാ ഹൗലാ. റജബ് മാസം 77-ാം രാവ് മക്കയിലെ മസ്ജിദുൽ ഹറമിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിനെ ബുറാഖ് എന്ന് പറയുന്ന വാഹനപ്പുറത്ത് കയറ്റി മസ്ജിദുൽ അഖ്സ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയി. അല്ലാഹുവിന്റെ റസൂൽ അവിടെ ചെന്ന് മരിച്ചുപോയ അമ്പിയാക്കളുടെ മഖബറ സിയാറത്ത് ചെയ്തു. എല്ലാ നബിമാർക്കും ഇമാമായ ആ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചു. എന്നിട്ട് 1-ാം ആകാശത്ത് കയറി, 2-ാം ആകാശത്ത് കയറി, 3-ഉം കയറി, 4-ഉം കയറി, 5-ഉം കയറി, 6-ഉം കയറി, 7-ഉം കയറി. അപ്പുറത്ത് സിദ്റത്തുൽ മുന്തഖ കടന്നു. അർശ് കണ്ടു, കുർശ് കണ്ടു, ലൗഹ് കണ്ടു, അല്ലാഹനെ കണ്ടു, നേർക്ക് നേരെ കണ്ടു, സംസാരിച്ചു. 50 വഖത്ത് നിസ്കാരം സമ്മാനം വാങ്ങി തിരിച്ചു റിട്ടേൺ ഭൂമിയിൽ വന്നു. ഇതൊക്കെ ഒരു രാത്രിയുടെ ഏതാനും മണിക്കൂർ. ഇപ്പൊ നമ്മുടെ
ഏറ്റവും വലിയ ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാരുള്ള മർക്കസിന്റെ പേര് ഏതാന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? കാരന്തൂർ മർക്കസല്ല, സുന്നി മർക്കസല്ല, ശാസ്ത്രജ്ഞന്മാരുടെ ഒരു മർക്കസ് ഉണ്ട്. ഹുയിസ്തനയും ISRO ഇന്ത്യയിലെ മൊത്തം ശാസ്ത്രജ്ഞന്മാരുടെയും മർക്കസിന്റെ പേരാണ് ISRO. ആ ISRO ഇന്ന് റോക്കറ്റ് വിക്ഷേപിക്കാറുണ്ട്. എവിടേക്ക്? ആകാശം 1, വല്ലാതെ പോയാൽ ആകാശം 2, രണ്ടാം ആകാശത്താണ് ചൊവ്വയുള്ളത്. നാലാം ആകാശവും കടക്കാൻ ഇന്ന് വരെ ഒരു റോക്കറ്റിന് കഴിഞ്ഞിട്ടില്ല. സൂര്യന്റെ 7 അയലത്തെത്താൻ ഒരു റോക്കറ്റിന് കഴിയോ? കരിഞ്ഞ് ചമ്മന്തിയാവും. സൂര്യൻ എത്രാമത്തെ ആകാശത്തിലാ? 4. നാലാം ആകാശത്തിന് മീതെ പറക്കാൻ ആർക്കേലും കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമ്മൾ വല്ലാതെ പറയാം, ഞങ്ങൾക്ക് ഇപ്പൊ എവിടെ ചിമയിലേരെ, നിങ്ങൾ പയഞ്ചന്മാരൊന്നല്ല, ഞങ്ങൾ ശാസ്ത്രമാണ്, ഞങ്ങൾ പുരോഗമനമാണ്, ഞങ്ങൾ ഇന്റർനെറ്റ് ആണ്. മണ്ണാങ്കട്ടയാടോ നിങ്ങൾ സൂര്യന്റെ അപ്പുറത്ത് നടന്നിട്ടില്ല. 1400 കൊല്ലം മുമ്പ് ഹബീബായ തങ്ങള് ഒരു ഇന്റർനെറ്റും ഇല്ല, ഒരു ഓക്സിജൻ ഇല്ല, ഒരു ഫെസിലിറ്റി ഇല്ലാതെ സൂര്യനെ കടന്നു, ചന്ദ്രനെ കടന്നു, വ്യാഴം, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ എല്ലാം കടന്നു, സിദ്റത്തുൽ മുൻതഹ കടന്നു. ജിബ്രീൽ പോലും കടക്കാൻ പറ്റാത്ത സ്ഥലത്തെത്തി അല്ലാഹുവിനെ കണ്ടു. അല്ലാഹു തആല ചോദിച്ചു, മുഹമ്മദ് നബിയെ, ഇന്ന് വരെ ഒരു സൃഷ്ടി ഈ സ്ഥലത്ത് വെച്ച് എന്നെ കണ്ടിട്ടില്ല. അല്ലാഹുവിന്റെ അടുത്ത് എല്ലാ മറകളും നീക്കി കണ്ണുകൊണ്ട് അല്ലാഹുവിനെ നേർക്ക് നേരെ കാണുക. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ഇതുവരെ? നമുക്ക് കാണും അല്ലാഹുവിനെ. എവിടെ? അങ്ങനെ ഒരു സമയമുണ്ട്. നമ്മളൊക്കെ അല്ലാഹുവോട് ചോദിക്കാറുണ്ട്, പടച്ചോനെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, പടച്ചോനിക്ക് ഈ സ്വർഗം എന്താ? പിന്നെ വല്ലാതെ ഒന്നുകൂടി പറഞ്ഞാ പറയും, പടച്ചോനെ ഉരുളിങ്ങളിൽ താട്ടാ, വെറുതെ കാര്യം അടിച്ച സ്വർഗം വേണ്ട, പെണ്ണുങ്ങളുണ്ടായിക്കോട്ടെ, ഉരുളിങ്ങളുണ്ടായിക്കോട്ടെ, അല്ലേ സ്വർഗത്തിൽ. പിന്നെ ഞങ്ങൾക്ക് സ്വർണത്തിന്റെ കൊട്ടാരം വേണം, പിന്നെ പാലും തേനും ഒഴുകുന്ന നദി വേണം. ഇതൊക്കെയാണ് സ്വർഗത്തിലെ വലിയ അനുഗ്രഹങ്ങൾ തന്നെ, സംശയമൊന്നുമില്ല. പക്ഷേ നമ്മളൊക്കെ മൂമിനീങ്ങളൊക്കെ അവസാനം സ്വർഗത്തിൽ കിടക്കും, മുത്തുനബിയുടെ ശഫാഅത്തോടെ കിടക്കും. അങ്ങനെ കടന്നാൽ സ്വർഗത്തിൽ ഇങ്ങനെ സുഖിച്ച് രമിച്ച് സുഖിച്ച് ഇങ്ങനെ വെട്ടി വെലസി നടക്കും നമ്മളിങ്ങനെ. അപ്പോ എല്ലപ്പോഴും മൊയ്യന്മാര് വന്ന് നരകല്ലേ പറയല്, അതവിടെ കട്ട കുറച്ച് സ്വർഗം പറഞ്ഞോക്ക, ആൾക്കാരെ ഒന്ന് ത്രില്ലടിപ്പിക്കുക, എന്നാലെങ്കിലും ഈമാണ്ടാക്കാൻ 2 മാർഗമുണ്ട്. ഔലിയാക്കള് ചിലവര് നല്ല പാട്ട് പാടാറുണ്ട് കേട്ടോ. പാട്ട് പാടുന്ന ഔലിയാക്കൾ ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തില്. മലപ്പുറം ജില്ലയില് ഒരു മസ്താനുപ്പാപ്പുണ്ടായിരുന്നു. മൂപ്പരുടെ ദിക്റൊക്കെ പാട്ടാ. മൂപ്പരെന്താ പാടുക? ഒരു പാട്ട് ഞാൻ പാടി തരാം. പെണ്ണ് കെട്ടാൻ പൂതി കാശില്ലാത്ത കേട്, ഇത് പ്രഥമ ദൃഷ്ടി അർത്ഥം വെച്ച സെക്സ് ആവും. പെണ്ണ് കെട്ടാൻ പൂതി കായില്ലാത്ത കേട്. മൂപ്പര് ഈ ഷഹ്വത്തിളകി അണക്കാന്ന് തോന്നും. പറ്റ മലയാളത്തിൽ പറയാച്ച, ഓ എന്താ ഔലിയാടോ ഇത്. ഇത് ഞാനൊരു 30 കൊല്ലം മുമ്പ് പ്രസംഗിച്ചപ്പോ മറ്റേ കൗമ പറയേണ്ട ആവശ്യമില്ലല്ലോ, മറ്റോരെ നമ്മുടെ ആന്റി ഓപ്പോസിറ്റ് ഉള്ളവര് വന്നിട്ട് പറഞ്ഞു, ഇതാത്രേ മുള്ളൂർക്കരുടെ ഔലിയ. ആടോ ഇതന്നെ ഞങ്ങളുടെ ഔലിയ, ആണടോ ഇതന്നെ ഞങ്ങളുടെ ഔലിയാന്ന്. പണ്ട് ഷുജായി പറഞ്ഞില്ലേ, ബുദ്ധി കൂർമ്മതയുള്ളവർക്ക് അല്പവാചകം പോരെ. ബുദ്ധിയുള്ള മനുഷ്യർക്ക് കുറച്ച് മതി, വിവരമില്ലാത്തവനോട് കുറെ പറയണം. ബുദ്ധിയുള്ളവർ കുറച്ചേ പറയും കേട്ടോ, അത് കുറച്ച് മതി ബുദ്ധിയുള്ളവരോട്. പെണ്ണ് കെട്ടാൻ പൂതി കാശില്ലാത്ത കേട്. മൂപ്പരിങ്ങനെ ഒരു വടിയും പിടിച്ച് നിൽക്കുക, പെണ്ണെത്താൻ പൂതി കയ്യില്ലാത്ത കേട്, പെണ്ണെട്ടാൻ പൂതി കയ്യില്ലാത്ത കേട്. അപ്പൊ ആ നാട്ടുകാര് വിചാരിച്ചു, പാവം പാപ്പ പെണ്ണെട്ടാൻ പൂതിയുണ്ട്, കായില്ല. അത് പറഞ്ഞു പിരാന്തായിരിക്കാം. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് നമ്മളൊരു പണി ചെയ്യാം. ഇത് മലപ്പുറം ജില്ലയിലുള്ള സ്ഥലത്താണ്, അദ്ദേഹത്തിന്റെ കബറിപ്പോഴും അവിടെ ഉണ്ട്. മീസാങ്കല്ലിന്റെ മുകളിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് പൂതിപ്പാപ്പ എന്നാണ്. മീസാങ്കല്ലിന്റെ മുകളില് പൂതിപ്പാപ്പ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പോഴും ഉണ്ട്, ഞാൻ അവിടെ ഇടക്കിടക്ക് പോയി സിയാറത്ത് ചെയ്യാറുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ നാട്ടുകാരൊരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു, ഈ പാപ്പാക്ക് ഒരു പെണ്ണ് കെട്ടിച്ചോർക്കാൻ നമ്മള് പറഞ്ഞു. അങ്ങനെ പെണ്ണ് വേണ്ടേ, അന്വേഷിച്ചപ്പോ ഒരു കദിയാത്താന് കിട്ടിയ ഒരു ഖദീജ താത്ത. ഭർത്താവൊക്കെ മരിച്ച് ഇനി കബറ് സ്വപ്നം കണ്ട് കിടക്കുക, ഇനി ദുനിയാവൊന്നും വേണ്ട, കബറ് മതി.
അപ്പൊ അവരൊക്കെ പറഞ്ഞു ഒരു മഹാനാണ്, ഒരു സൂഫിയാണ്, നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാന്നൊക്കെ പറഞ്ഞപ്പോ ആ തള്ള ഉമ്മ സമ്മതിച്ചു, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇനി കൊടുക്കാൻ മഹറിന് കൈ വേണ്ടേ, അതവരെല്ലാരും കൂടി പിരിവെടുത്തു, ഡ്രസ്സും പിരിവെടുത്തുണ്ടാക്കി ഈ പാപ്പാനെ തെരഞ്ഞിങ്ങനെ നടന്നു. അപ്പൊ മൂപ്പര് ഒരു ചായപ്പീടിയുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്നിട്ട് ചായയും കുടിച്ച് ഇതന്നെയാ പറയുന്നത്, പെണ്ണട്ടാമ്പൂതി കൈലാത്ത കേട്, പെണ്ണട്ടാമ്പൂതി കൈലാത്ത കേട് ഇത് പറഞ്ഞ് ചായ കുടിച്ചിരിക്ക. അപ്പൊ ഈ നാട്ടുകാരി ചെറുപ്പക്കാരി എന്നിട്ട് പറഞ്ഞു, പാപ്പാ ഇനി നിർത്തി, നിങ്ങൾ പറയണ്ട, കുറെ കാലമായി ഞങ്ങൾ ഇത് കേൾക്കൽ തുടങ്ങിയിട്ട്, ഞങ്ങളിപ്പോ ഇതിന് പരിഹാരം ഉണ്ടാക്കിയിട്ട് വന്നിരിക്കാം. ഖദീജ താത്ത നിങ്ങൾക്ക് പെണ്ണുവാക്കി, മഹർ പിടിച്ചോ, ഡ്രസ് പിടിച്ചോ, ഒക്കെ ഇനി ഞങ്ങൾ പെണ്ണട്ടിട്ട് ആ പൂതി തീർന്നിട്ടാണ് മരിച്ചാലും കുഴപ്പമില്ല, ഈ പാട്ട് കേൾക്കണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോ ഈ പൂതിപ്പാപ്പ ചോദിച്ചു, മക്കളെ ഏതാ എന്റെ പെണ്ണ് ചോദിച്ചു. അത് മറ്റോടത്ത കദിയാത്ത ആ ഖദീജ, അവളാ പറ്റില്ല കേട്ടോ. പിന്നെ നിങ്ങൾ ഏതാ, നിങ്ങൾക്ക് 17 വയസ്സുള്ളവളെ കിട്ടുവെച്ചിട്ട് അപ്പൊ നിങ്ങൾ നടക്കണ്, താടിയും തലയും നരച്ചു, പുരികം നരച്ചു, എല്ലാം നരച്ച്, തൊലിയൊക്കെ ഇങ്ങനെയായി, ചുണ്ട് ഇങ്ങനെയായി, നിങ്ങൾക്ക് 16 വയസ്സുള്ള പെൺകുട്ടിനെ കിട്ടുവെച്ചിട്ട് നിങ്ങൾ നടക്കണ്. ചെറുപ്പക്കാരി ചോദിച്ചു, പറ്റില്ല മോനെ, എനിക്ക് കത്തിയാനെ പറ്റില്ല, ഞാൻ പറഞ്ഞ ഇതല്ല, പിന്നെ നിങ്ങളെ ഏത് പെണ്ണാ പറഞ്ഞത്? അപ്പോഴാണ് പൂതിപ്പാപ്പ പറഞ്ഞു കൊടുത്തത്, കഅന്നഹുന്നൽ യാഖൂതു വൽ മർജാൻ ലം യതമിതുഹുന്ന ഇൻസും ഖബലഹും വലാ ജാൻ. മക്കളെ, ഞാൻ പാടുന്ന പാട്ട് ദുനിയാവിലെ ഖദീജാക്കല്ല, പാത്തുമ്മാക്കല്ല, നബീസാക്കല്ല, എനിക്ക് വേണ്ടത് സ്വർഗത്തിലെ പെണ്ണാണ്. സ്വർഗത്തിൽ കയറണം, എനിക്ക് പെണ്ണിനെയും കിട്ടണം, സ്വർഗം വേണം, പെണ്ണും വേണം. സ്വർഗം കിട്ടണമെങ്കിൽ എന്ത് വേണം? അപ്പൊ ഈ ചെറുപ്പക്കാരി ചോദിച്ചു, സ്വർഗം കിട്ടാൻ പണം വേണം, പണം വേണം, പണം വേണം പറഞ്ഞാൽ നടക്കോ? പാപ്പ പറയാണ്, മക്കളെ ഞാൻ പറഞ്ഞ പണം ദുനിയാവിന്റെ നക്കിപ്പിച്ച പണമല്ല, ഇബാദത്താകുന്ന പണം എന്റെ കയ്യിലില്ല. അതുകൊണ്ട് സ്വർഗത്തിലെ പെണ്ണുമില്ല. എനിക്ക് ഈ പെണ്ണും വേണ്ട, നിങ്ങളുടെ മകറും വേണ്ട, ഞാൻ പോകാന്ന് പറഞ്ഞ് പടിയെടുത്തിട്ട് പാടി, പെണ്ണ് കെട്ടാൻ പൂതി, കാശില്ലാത്ത കേട്, മരിക്കുന്ന സമയം വരെ ഈ ദിക്ർ ചൊല്ലിയിട്ടാണ് പൂതിപ്പാപ്പ കഴിഞ്ഞു പോയത്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ലോകത്തേക്ക് നാം നീങ്ങുമ്പോ അവരാഗ്രഹിച്ചതെന്താ? സ്വർഗത്തിൽ കയറണം. അവരുടെ കൽബിലുള്ളത് എന്താണെന്നറിയോ? അല്ലാഹനെ കാണണം, അല്ലാഹനെ കാണണം. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ആരായിരുന്നു? ബൽഖ രാജ്യത്തിന്റെ ചക്രവർത്തിയാണ്. 18 രാജ്യത്തിന്റെ ചക്രവർത്തിയുടെ പട്ടം ധരിച്ച ആളാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങള്. ഒരിക്കൽ ആ കൊട്ടാരത്തിന്റെ പുറത്ത് വരികയാണ്, ഒരു കൂജയിൽ വെള്ളമെടുക്കുകയാണ്, ഒരു കയ്യിൽ മുസ്ഹഫ് എടുക്കുകയാണ്, എന്നിട്ടൊരു പാട്ട് പാടുകയാണ്. തറഖ്തുൽ ഖൽഖ തുറം ഫീ റിളാക വഅയ്തംതുൽ ഇയാല ലികൈ അറാക. തറഖ്തുൽ ഖൽഖ തുറം ഫീ റിളാക വഅയ്തംതുൽ ഇയാല ലികൈ അറാക. അല്ലാഹുവേ, എന്റെ മക്കൾ എനിക്ക് നീ വേണ്ട, എന്റെ ഭാര്യ വേണ്ട, എനിക്ക് കൊട്ടാരം വേണ്ട, എനിക്ക് രാജാധികാരം വേണ്ട, എനിക്ക് ചക്രവർത്തിയും വേണ്ട, എനിക്ക് സ്വർണ്ണ കിരീടം വേണ്ട, എനിക്ക് അല്ലാ നിന്നെ കാണണം, നിന്നെ കാണണം, നിന്നെ കാണണം. നമ്മുടെ മലയാളത്തിൽ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഐ ലവ് യു അല്ലാഹ്, ഐ ലവ് യു അല്ലാഹ്. ഔലിയാക്കളെ അള്ളാനെ പ്രേമിച്ചത്. നിങ്ങൾ ചോദിക്കും, അള്ളാനെ പ്രേമിക്കാൻ പാടുണ്ടോ? പിന്നെ ആരനെ പ്രേമിക്കുക? നിങ്ങളൊരു പെണ്ണിനെ പ്രേമിക്കണം എന്തിനാ? നിങ്ങൾ ഒരു മനുഷ്യൻ, അവളുടെ സൗന്ദര്യം പലർക്ക് പല കൺസെപ്റ്റാ. ചിലർക്ക് മുഖാണ്, ചിലർക്ക് നിറാണ്, ചിലർക്ക് ശരീരാണ്, ചിലർക്ക് പലതുമാണ്, പല കൺസെപ്റ്റാണ്. സൗന്ദര്യമാണ് ഒരാൾക്ക് ഒരാളോട്, ഒരു ആൾക്ക് എതിർലിംഗത്തോട് സ്നേഹം തോന്നാനുള്ള കാരണം സൗന്ദര്യം തന്നെയാണ്. പക്ഷേ ഏറ്റവും വലിയ സൗന്ദര്യം ആർക്കാണല്ലോ കൊടുത്തത്? റഹ്മത്തുൽ ആലമീൻ നബി മുഹമ്മദ് മുസ്തഫ. സൃഷ്ടികളിലെ ഏറ്റവും വലിയ സൗന്ദര്യം അല്ലാഹുവിന്റെ ഹബീബിനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനാണ് ഏറ്റവും വലിയ സൗന്ദര്യം. ആണ്
യൂസഫ് സിദ്ദീഖ് തങ്ങളുടെ ബീബി സുലൈഖ, ബീബി സുലൈഖ, സുലൈഖ ബീബി റളിയല്ലാഹു അൻഹ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ട് മോഹിച്ചിട്ട് അതാ പ്രേമം മൂത്ത് പോയിട്ട് സുലൈഖ ബീവി യൂസുഫ് നബിനെ കയറി പിടിക്കാൻ ശ്രമിച്ചത് പരിശുദ്ധ ഖുർആനിൽ നോക്കിയാൽ കാണാം. അത്ര വലിയ സൗന്ദര്യത്തിന്റെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. എന്നാൽ ആ യൂസുഫ് നബി അലൈഹിസ്സലാമിനേക്കാൾ എത്രയോ സൗന്ദര്യത്തിന്റെ മുകളിലാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ളത്. എല്ലാവരും അവിടെ ഇരിക്കണം, എല്ലാവരും അവിടെ ഇരിക്കണം പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ റസൂലിന്റെ സൗന്ദര്യത്തിനോടടുക്കാൻ യൂസുഫ് നബിക്ക് പറ്റൂല കേട്ടോ. في خلق وفي خلق ولم يدانوه في علم ولا كرم. അല്ലാഹുവിന്റെ റസൂലിനോട് അടുക്കാൻ സാധ്യമല്ല പ്രിയപ്പെട്ടവരെ. അത്ര വലിയ സൗന്ദര്യത്തിന്റെ ഉടമയാണ് അല്ലാഹുവിന്റെ ഹബീബ്. യൂസുഫ് നബി അലൈഹിസ്സലാമിന് വലിയ സൗന്ദര്യം അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. ഞാൻ ചുരുക്കി പറഞ്ഞത് സ്വർഗത്തിൽ നമുക്കൊക്കെ കയറണം. അങ്ങോട്ട് നോക്കി, ഞാൻ ചുരുക്കുകയാണ്. സ്വർഗത്തിൽ നമുക്കൊക്കെ കയറണം. എന്താവണം നമ്മുടെ ലക്ഷ്യം? ഹൂറുല്ലിങ്ങൾ വേണ്ടാന്ന് പറയണില്ല, കൊട്ടാരം വേണ്ടാന്ന് പറയണില്ല, ആഡംബരം വേണ്ടാന്ന് പറയണില്ല, തിന്നണ്ട കുടിക്കണ്ടെന്നല്ല. സ്വർഗത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ? അല്ലാഹനെ കാണലാൻ, അല്ലാഹനെ കാണലാൻ. ഈ ലോകത്ത് വെച്ച് അല്ലാഹനെ കണ്ട ഒരേ ഒരു സൃഷ്ടി ആരാണ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അത് മിഅ്റാജിന്റെ രാത്രിയാ കണ്ടത്. റജബ് 27ാമത്തെ രാവാണ് കണ്ടത്. അത് നമുക്കിനി കിട്ടാൻ പോണത് സ്വർഗത്തിൽ വെച്ചിട്ടാണ്. ആ രംഗം ബുഖാരി നോക്കിയാ കാണാ, മുസ്ലിം നോക്കിയാ കാണാ. നമ്മളൊക്കെ സ്വർഗത്തിൽ ചെന്നിട്ട് അവിടെയുള്ള വെള്ളം കുടിച്ചിട്ട് അവിടെയുള്ള മദ്യം ഒക്കെ കഴിച്ചിട്ട് അവിടെയുള്ള പെണ്ണുങ്ങളുമായി സുഖിച്ച് രമിച്ചിട്ട് സുഖത്തോട് സുഖം 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 സുഖമായിട്ടിരിക്കുമ്പോ അല്ലാഹു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ. അല്ലാഹു പറയാണ്, നിങ്ങൾക്ക് ഞാൻ മുസ്ലിമായി ജീവിക്കാനുള്ള സൗകര്യം തന്നു. നിങ്ങൾ മരിക്കാൻ പോകുമ്പോൾ മലക്കുകൾ വന്ന് പറഞ്ഞു, അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ പേടിക്കണ്ട, വിഷമിക്കണ്ട, നിങ്ങൾക്ക് പറഞ്ഞ സ്വർഗത. മരിക്കുമ്പോൾ മലക്കുകൾ സ്വർഗം കാണിച്ചു, നിങ്ങൾ മരിച്ചു, നിങ്ങൾ സ്വർഗത്തിലെത്തി. ഹൂറുല്ലിങ്ങളെ കിട്ടി, നദി കിട്ടി, പുഴ കിട്ടി, എല്ലാം കിട്ടി, സ്വർഗത്തിന്റെ എല്ലാം കിട്ടി. അങ്ങനെ സുഖിച്ചു 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 സുഖിച്ചിരിക്കുമ്പോ അല്ലാഹു ചോദിക്കും, ഓ സ്വർഗത്തിലെ ജനങ്ങളെ, ഇനി നിങ്ങൾക്ക് എന്തേലും വേണോ? അപ്പൊ സുഖിച്ച് സുഖിച്ച് നടക്കണ നമ്മൾ പറയും, പാടച്ചോനെ, ഞങ്ങളിത് ചിന്തിക്കാൻ പറ്റാത്തത്, കാണാൻ പറ്റാത്തത്, കേൾക്കാൻ പറ്റാത്തത്, ഞങ്ങൾ സുഖിച്ച് 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 സുഖിച്ചങ്ങട് മാറ്റി മറന്നു. ഇനി ഞങ്ങൾക്ക് വേണ്ട അല്ലാഹ്, ഇനി സുഖിക്കാൻ വയ്യല്ലാ, അത്ര സുഖിച്ചു ഞങ്ങള്. അപ്പൊ അല്ലാഹ് പറയാ, നിങ്ങൾ സുഖിച്ചിട്ടില്ല. എന്ത്? നിങ്ങൾ സുഖിച്ചിട്ടില്ല. സുഖം വരാനിരിക്കുന്നേ ഉള്ളൂ, സുഖം വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ സ്വർഗത്തിലുള്ള ജനങ്ങൾ പറയും, അല്ലാഹ് ഇതിനേക്കാ വലിയ സുഖോ? അതെ 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 അതെ. അപ്പോഴാണ് അല്ലാഹ് പറയുന്നത്, സ്വർഗത്തിലേക്ക് ഞാൻ വരുന്നു, അല്ലാഹ് വരുന്നു, അല്ലാഹ് വരുന്നു, അല്ലാഹ് വരുന്നു. അല്ലാഹു ഹാളിരി, അല്ലാഹു നാളിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. എല്ലാ കവാടങ്ങളും തുറക്കപ്പെട്ടു. സ്വർഗത്തിൽ എന്തെന്നില്ലാത്ത പരിമളം വന്നു. സ്വർഗത്തിലെ ജനങ്ങൾ ഒരു പ്രത്യേക അവസ്ഥയിലെത്തി. അപ്പോഴാണ് അല്ലാഹ് സ്വർഗത്തിൽ ഇങ്ങ് വരികയാണ് നമ്മുടെ മുമ്പിൽ. കണ്ടുകൊണ്ട് അല്ലാഹനെ കാണുകയാണ്. എന്താ അല്ലാഹുടെ സൗന്ദര്യം! ഭാര്യ വേണ്ട, കാമുകി വേണ്ട, മക്കള് വേണ്ട, കാമുകൻ വേണ്ട. ഭാര്യനെ വലിച്ചെറിഞ്ഞു, ഹൂറുല്ലിങ്ങളുടെ കൈ വലിച്ചെറിഞ്ഞു. എന്നിട്ട് നമ്മൾ പറയാണ്, ഐ ലവ് യു അല്ലാഹ്, ഐ ലവ് യു അല്ലാഹ്, ഐ ലവ് യു അല്ലാഹ്.
എനിക്ക് അല്ല മതി, അല്ല മതി, അല്ല മതി, അല്ല മതി, അല്ല മതി. അത്ര സൗന്ദര്യാണ് അല്ലാഹ്ക്ക്. കണ്ടാൽ മതിയാവാത്ത സൗന്ദര്യാണ് അല്ലാഹ്ക്ക്. അതുകൊണ്ട് എനിക്ക് അല്ല മതി. അതാണ് ചില ഔലിയാക്കൾ മസ്താന്മാരായത്. അതാണ് ചില ഔലിയാക്കൾ ഭ്രാന്തന്മാരായത്. അള്ളാനെ കണ്ടിട്ടാ, അള്ളാനെ കേട്ടിട്ടാ, അള്ളാനെ മനസ്സിലാക്കിയിട്ടാണ് അത് കാണാനുള്ള ബുദ്ധിമുട്ടപ്പോഴാണ്. ആ ഔലിയാക്കളുടെ രാജാവാണ് സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീനുൽ ചിശ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഇന്ത്യയുടെ സുൽത്താന ഖാജ തങ്ങള്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ്? മോഡിയാണ്. ഇന്ത്യത്തെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദിയാണ്. ആവട്ടെ, ഇന്ത്യ ഭരിച്ച എല്ലാ പ്രധാനമന്ത്രിമാരും, ഇന്ത്യ ഭരിച്ച എല്ലാ പ്രസിഡന്റുമാരും സിയാറത്ത് ചെയ്ത ഏക മക്ബറ ഏതാണ്? ഖാജ മുഈനുദ്ദീൻ തങ്ങളുടെ മക്ബറയാണ്. മൂന്നാമത് അധികാരം കിട്ടിയപ്പോഴും നരേന്ദ്രമോദി അജ്മീറിൽ പോയി, സർദാർ വല്ലഭായ് പട്ടേൽ അജ്മീറിൽ പോയി, VP സിംഗ് അജ്മീറിൽ പോയി, മൻമോഹൻ സിംഗ് അജ്മീറിൽ പോയി, ഇന്ദിരാഗാന്ധി പോയി, മഹാത്മാഗാന്ധി പോയി. കാരണം അജ്മീറിൽ കിടക്കുന്ന ആളാരാ? ഇന്ത്യയുടെ സുൽത്താൻ, സുൽത്താനുൽ ഹിന്ദ്, ഇന്ത്യയുടെ രാജാവ് ഖാജ തങ്ങളാണ്. ഒരൊറ്റ ദിവസം കൊണ്ട്, ഒരൊറ്റ കറാമത്ത് കൊണ്ട് 1,60,000 ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന മഹാനാണ് ഖാജ മുഈനുദ്ദീൻ അൽ അജ്മീർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അജ്മീറാണ് ഇന്ത്യയിലെ ഔലിയാക്കളുടെ ഹെഡ്. അതിന്റെ കീഴ്പ്പെട്ടുള്ള ഔലിയാക്കളെയാണ് ഇവിടെ ഇന്ത്യയിലുള്ളൂ. ഖുതുബുൽ സമാനായാലും ഖുതുബുൽ ആലമായാലും മറ്റാരായാലും ഖാജ തങ്ങളുടെ അണ്ടറിലാണ് അവരൊക്കെ. സുൽത്താൻ അവിടെയാ കിടക്കുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്ത് മദീനയിൽ ചെന്ന് സിയാറത്ത് കഴിഞ്ഞ് ഉറക്കത്തിലാണ് ഖാജ തങ്ങൾക്ക് റസൂലുള്ളാഹി സ്വപ്നം കാണിക്കുന്നത്, മോനെ നീ ഇന്ത്യയിലേക്ക് പോണം, അവിടെ അജ്മീർ പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ പോണം, അവിടെ കേന്ദ്രീകരിച്ച് ഇസ്ലാമിക പ്രബോധനം നടത്തണം. അങ്ങനെയാണ് ഇറാൻ വഴി കുതിരപ്പുറത്ത് മഹാനായ ഖാജ തങ്ങള് അജ്മീറിൽ എത്തി. അജ്മീറിൽ വന്നുകൊണ്ട് അജ്മീറിന്റെ തൊട്ടടുത്ത് കാണുന്ന ഒരു തടാകമുണ്ട്, ഞാൻ നിർത്തുകയാണ്, അനാസാഗർ തടാകം. അനാസാഗർ തൊട്ടടുത്ത് കാണുന്ന തടാകമാണ് അനാസാഗർ. അതിലെ വെള്ളം പറ്റിയത് ചരിത്രത്തിലില്ല, ഒരിക്കൽ പറ്റി. ഖാജ തങ്ങളെ ഇന്ന് ഒതു കൊടുക്കുകയാണ്, അവിടെ മുസല്ല വിരിച്ച് നിസ്കരിക്കുകയാണ്. അപ്പോ രജപുത്ര രാജാക്കന്മാരാണെന്ന് ഇന്ത്യ ഭരിക്കുന്നത്. അവർക്ക് വിവരം കൊടുത്തു ആരോ, ഒരു വിദേശിയായ ഒരു മനുഷ്യൻ ഇവിടെ വന്നിട്ടുണ്ട്. അയാൾ ഭയങ്കര നിസ്കാരമൊക്കെയാണ്, മന്ത്രവാദിയാണ്. അയാള് ചിലപ്പോ നമ്മുടെ രാജാധികാരം തട്ടിപ്പറിക്കാം, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അയാളെ ഇവിടുന്ന് പുറത്താക്കണം പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി രാജാവ് കുറച്ച് പട്ടാളക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, അയാളെ പിടിച്ച് മര്യാദക്ക് പോകാൻ പറയും, ഇല്ലെങ്കിൽ കൊന്നുകളി. ഖാജ തങ്ങൾ നിസ്കാരം കഴിയുന്നവരെ ഇവർ വന്നു നിന്നു. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയപ്പോ ഈ പട്ടാളക്കാർ വന്നിട്ട് പറഞ്ഞു, ഓ അറബി, നീ എത്രയും പെട്ടെന്ന് നാട് വിടണം, ഇല്ലെങ്കിൽ കൊല്ലാനാണ് രാജാവിന്റെ ഓർഡർ. അപ്പൊ ഖാജ തങ്ങൾ പറഞ്ഞു, ഞാനിവിടെ രാജ്യം പിടിക്കാൻ വന്നതല്ല, ഇലക്ഷൻ മത്സരിക്കാൻ വന്നതല്ല, രാജാവാകാൻ വന്നതല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് ആവാൻ വന്നതല്ല, എനിക്ക് ദീന് പ്രചരിപ്പിക്കലാണ്. അത് കഴിഞ്ഞാൽ ഞാൻ അങ്ങ് പോകും, അത് കയ്യാതെ പോണ പ്രശ്നമില്ല. അപ്പോ രാജാവിന്റെ ഭടന്മാര് പോയി രാജാവിനോട് പറഞ്ഞു, അയാൾ പോകില്ല എന്നാ പറഞ്ഞത്. അപ്പൊ ആരോ പറഞ്ഞു, അയാൾ ഭയങ്കര മന്ത്രവാദിയാണ് പറഞ്ഞു. ആഹാ, എന്നാ പിന്നെ അയാളെ മന്ത്രവാദം ഞാൻ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അപ്പോ ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്ന സമയത്ത് പട്ടാളക്കാർ വന്നിട്ട് പറഞ്ഞു, ഒരു തുള്ളി വെള്ളം ഇനി അനാസാഗർ എടുത്താൽ നിങ്ങളെ കൊല്ലാനാണ് ഓർഡർ പറഞ്ഞത്. ഖാജ റളിയല്ലാഹു അൻഹു അജ്മീർ എന്ന് പറയുന്ന തൊട്ടടുത്ത് കിടക്കുന്ന അനാസാഗർ തടാകത്തിലേക്ക് ഇറങ്ങി ഒരു കൈക്കുമ്പിളിൽ കുറച്ച് വെള്ളമെടുത്തുകൊണ്ട് തന്റെ പാത്രത്തിൽ അങ്ങടച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോ ഒരിക്കലും പറ്റാത്ത അനാസാഗർ ഇങ്ങനെ വറ്റി 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 ദിവസങ്ങൾക്കുള്ളിൽ അത് വറ്റി വരണ്ടു. അജ്മീറിന്റെ പരിസരത്ത് വെള്ളം കിട്ടാതെയായി. ആളുകൾ വെള്ളം കിട്ടാതെ രാജാവിനോട് പരാതി പറഞ്ഞു. അത്ഭുതം കാണിക്കുന്ന സിദ്ധന്റെ പണിയാണിത്. രാജാവ് പറഞ്ഞു, അയാളോടത് തുറന്നു വിടാൻ പറ. അപ്പോൾ ഖാജ തങ്ങൾ എന്ത് ചെയ്തു? അനാസാഗറിലേക്ക് ആ വെള്ളം കൊണ്ടുപോയി ഒഴിച്ചു.
യാ ഖൈറ മൻ ദുഫിനത് ബിൽഖാഇ യഅ്ളുമുഹു ഫതാബ മിൻ തീബിഹിന്നൽ ഖാഉ വൽ ഉഖ്മു. അല്ലാഹുവിന്റെ റസൂലിന്റെ വിരലിന്റെ ഇടയിലൂടെ ഉറവ പൊട്ടി വലിച്ച മുഅ്ജിസത്ത് നബി തങ്ങൾ കാണിച്ചിട്ടില്ലേ? മുഅ്ജിസത്താകുമ്പോ അമ്പിയാക്കൾക്കാണ്, കറാമത്താകുമ്പോ ഔലിയാക്കൾക്കാണ്. ഖാജാ തങ്ങൾ ആ വെള്ളം അതിലേക്ക് അങ്ങൊഴിച്ചപ്പോൾ വറ്റി വരേണ്ട തടാകമതാ പതുക്കെ പതുക്കെ വെള്ളം കൊണ്ട് നിറയാൻ തുടങ്ങി. മണിക്കൂർ കൊണ്ട് അനാസാഗർ നിറഞ്ഞു കവിഞ്ഞു. ഈ കറാമത്ത് നേരിട്ട് കണ്ടപ്പോൾ 10,000-കണക്കായ ആളുകൾ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നു. ഖാജാക്ക് അണികൾ കൂടി, ഖാജാക്ക് അണികൾ കൂടി ഒരു വലിയ പ്രസ്ഥാനമായി മാറുമെന്ന് കണ്ടപ്പോൾ രാജാവിന് പേടിയായി. ഈ ഖാജ തന്റെ ഭരണം തകർക്കോ, ഖാജ തന്നെ തകർക്കോ. അപ്പൊ ഖാജ തങ്ങളെ തോൽപ്പിക്കണം. അതിനടുത്തളവ് രാജാവ് പ്രയോഗിച്ചു. ഇയാൾ ഭയങ്കര മന്ത്രവാദിയാ. അതുകൊണ്ട് മന്ത്രവാദം കൊണ്ട് ഇവനെ തോൽപ്പിക്കാൻ പറ്റുമോ? യുദ്ധം ചെയ്ത് പറ്റില്ല. അപ്പൊ അന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ മന്ത്രവാദിനെ പിടിച്ചോണ്ട് ഒരു മന്ത്രവാദിനോട് പറഞ്ഞു, ഈ അജ്മീറിലിരിക്കുന്ന സിദ്ധണ്ടല്ലോ, അയാളെ മന്ത്രവാദം ചെയ്ത് കൊല്ലണം. അങ്ങനെ കൊന്നാൽ നീ ആവശ്യപ്പെടുന്നത് മുഴുവൻ തരാന്ന് പറഞ്ഞു. ഖാജ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് അടുത്തേക്ക് ഈ മന്ത്രവാദി വന്നിട്ട് പറഞ്ഞു, നീ സൗദി അറേബ്യയിൽ നിന്ന് വന്നല്ലേ, മര്യാദക്ക് പോ. അപ്പൊ ഖാജാ തങ്ങൾ പറഞ്ഞു, ഞാൻ പോകാം, ഞാനിവിടെ കുടികെട്ടി താമസിക്കാൻ വന്നിട്ടില്ല. പക്ഷേ എന്റെ ദൗത്യം പൂർത്തീകരിക്കാതെ പോകില്ല. ആരാധനയ്ക്ക് അർഹതയുള്ളവൻ അല്ലാഹുവാണ്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബാണ്. അത് പ്രചരിപ്പിക്കല എന്റെ ലക്ഷ്യമുള്ളൂ, വേറൊന്നുമില്ല. ഞാൻ രാജാവിനോട് എതിർക്കാനില്ല, രാജഭരണം പിടിക്കാനില്ല, യുദ്ധത്തിനില്ല. എന്ത് പറഞ്ഞിട്ടോ ആ മന്ത്രവാദി സമ്മതിക്കില്ല. മന്ത്രവാദി പറഞ്ഞു, എന്നാ പിന്നെ നിനക്കുള്ളത് പത്തരാം. കൈ ഒരറ്റടിയ അജ്മീറിന്റെ 4 ഭാഗത്ത് കാണുന്ന പർവ്വതത്തിലേക്ക് നോക്കിയിട്ട് വിളിച്ചു, അഗ്നി ഹോം വരട്ടെ എന്ന് പറഞ്ഞു. പെട്ടെന്ന് തീ ഓടിങ്ങി വന്നു. ഖാജാ തങ്ങളെ വിഴുങ്ങാൻ അജ്മീറിന്റെ പർവ്വതത്തിൽ തീ ഇങ്ങോട്ട് പടർന്ന് പന്തലിച്ചു വന്നപ്പോ ഖാജാ തങ്ങളുടെ മുരീദന്മാര് പറഞ്ഞു, തങ്ങളെ നമ്മളെന്താ ചെയ്യാ, തങ്ങളെ നമ്മളെന്താ ചെയ്യാ, തങ്ങളെ നമ്മളെന്താ ചെയ്യാ. ഖാജാ തങ്ങളൊന്നും വേണ്ടിയില്ല. തീയും അടുത്തടുത്തടുത്തടുത്ത് വന്നപ്പോ ഖാജാ തങ്ങൾ വലത്തെ കൈയെടുത്തങ്ങ് കാണിച്ചിട്ട് പറഞ്ഞു, യാനാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹീം. ഈ ആയത്തോതിയിട്ട് കയ്യങ്ങ് കാണിച്ചപ്പോ ആ തീ പെട്ടെന്ന് അണഞ്ഞുപോയി. ഒന്നാമത് മന്ത്രവാദി തോറ്റപ്പ രണ്ടാമത്തെ വിദ്യ അവനെടുത്തു. അജ്മീറിന്റെ കുന്നിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, വാ 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 വാ. കയ്യങ്ങ് കാണിച്ചപ്പോൾ വലിയ തലയുള്ള പാമ്പുകൾ ഇങ്ങോട്ട് ഓടി വന്നിട്ട് ഖാജാ തങ്ങളുടെ നേർക്കതാ ചീറിപ്പാഞ്ഞു വരികയാണ്. ഖാജായുടെ മുരീദന്മാര് പറഞ്ഞു, തങ്ങളെ പാമ്പ് കടിച്ച് നമ്മളൊക്കെ മരണപ്പെട്ടു പോകോ. ഖാജാ തങ്ങൾ പറഞ്ഞു, മിണ്ടാതിരി. ആ പാമ്പുകളെ ഖാജാ തങ്ങളുടെ അടുത്തങ്ങ് വന്നപ്പോൾ ഖാജാ തങ്ങൾ എന്റെ കയ്യങ്ങ് നീട്ടിയിട്ട് പറഞ്ഞു, ബിസ്മില്ലാ الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم. ഒരൊറ്റയില് സകല പാമ്പും ചത്തു വീണു. മൂന്നാമത്തെ അടവിനോട് ഈ മന്ത്രവാദി പറഞ്ഞു, ആഹാ, എന്റെ 2 എന്നെ തോൽപ്പിച്ചില്ലേ, ഇതിൽ നിന്റെ അവസാനം കുറിക്കാൻ. ആ മന്ത്രവാദി എന്ത് ചെയ്തു എന്നറിയോ? പെട്ടെന്ന് ആകാശത്തേക്കാണ് പറന്നു. എന്നിട്ട് ഖാജായുടെ തലക്ക് ഭാഗത്ത് ഇങ്ങനെ മുകളിൽ കൂടെ പറക്ക, ചിറകില്ലാതെ. എന്നിട്ട് എന്ത് ചെയ്തു? വലിയ വലിയ കല്ലെടുത്തിട്ട് മുരീദന്മാരുടെ മണ്ടക്കിടുക. ഖാജാ തങ്ങളെ വൃത്തികെട്ട നിലക്ക് തുപ്പുക. ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. ഖാജ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? അവിടുത്തെ കാലിൽ കിടക്കുന്ന ചെരുപ്പ്, ആ കാലത്ത് ഈ ചെരുപ്പെല്ലാം മരത്തിന്റെ ചെരുപ്പാണ്. മെഗടി 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 എന്ന് പറയും. നിങ്ങളുടെയൊക്കെ പലരുടെ വീട്ടിലുണ്ടാവും വല്യപ്പന്റെ വല്യപ്പെട്ടിരുന്ന ചെരുപ്പുണ്ട്, മരത്തിന്റെ ചെരുപ്പ്, മെഗടി എന്ന് പറയും മലയാളത്തിൽ. ഇവിടെ എന്താണെന്നറിയാം, ഐ ഡോണ്ട് നോ. കർണാടകയിൽ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല കേട്ടോ. അങ്ങനെ ഒരു ചെരുപ്പുണ്ട് പഴയ കാലത്ത്. ഉദൂർത്തൊക്കെ വരിക ഈ മരത്തിന്റെ ചെരുപ്പിന്റെ മുകളിൽ. ആ ചെരുപ്പാണ് ഖാജാ തങ്ങളുടെ കാലിമൊക്കെ എടുക്കുന്നത്. ആദ്യം എടുത്തിട്ട് പറഞ്ഞു, പോട്ടെ, മോളിലൊരൊറ്റയേറ്. ആ മന്ത്രവാദിയുടെ മണ്ടക്ക് പോയിട്ട് അടി തുടങ്ങി. അവന് പറക്കാൻ പറ്റാതെ കീപ്പെട്ട് ചാടി. അവൻ കഥാ കൂപ്പ് കയ്യോടെ വന്നിട്ട് പറയാണ്, ഞാൻ തോറ്റുപോയി,
ഞാൻ തോറ്റുപോയി. നീ മന്ത്രവാദിയല്ല, നീ ദിവ്യനാണ്, അള്ളാഹുവിന്റെ കഴിവ് കിട്ടിയ ആളാണ്. ആദ്യമായി അജ്മീറിൽ വെച്ചുകൊണ്ട് മുസ്ലിമാകുന്നത് അവനാണ്. അപ്പ ഖാജായുടെ മുമ്പിൽ മുസ്ലിമായത് അവനാണ്. ഇങ്ങനെ കറാമത്ത് കാണിച്ചിട്ട് 10,000 ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന മഹാനാണ് സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീനുൽ ചിശ്തി. അള്ളാഹു അവരുടെ ബറക്കത്ത് നമുക്ക് നൽകട്ടെ. ആമീൻ. ഇവിടെ ദീന് വളരണം. ഔലിയാക്കൾ വളർത്തിയ ദീന്, അമ്പിയാക്കൾ വളർത്തിയ ദീന്, സുന്നത്ത് ജമാഅത്ത്. ഇനി ഖാജാ തങ്ങളെ പോലത്തെ ഒരു തങ്ങളെ നമ്മുടെ കൂടെ ഇല്ല. മടവൂർ ശൈഖുനാനെ പോലത്തെ ആളുകളെ കാണാനില്ല. മമ്പുറത്തെ തങ്ങളെ പോലത്തെ ആളുകളെ കാണാനില്ല. ഉള്ളാളത്തെ ഖുത്ബുസ്സമാനെ പോലത്തെ ആളുകളെ കാണാനില്ല. ഇനി ദീന് നടത്തേണ്ടത് ആരാണ്? ഇരിക്കുന്ന ഉസ്താദാണ്, ഈ പറയുന്ന ഞാനാണ്, ഈ കൂടിയ ആലിമീങ്ങളാണ്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അമ്പിയാക്കളുടെ അനന്തരാവകാശികൾ പണ്ഡിതന്മാരാണ്. ഖിയാമത്ത് നാൾ വരെ ദീൻ നടത്തണം. അതിനിവിടെ സ്ഥാപനം വേണം, പള്ളി വേണം, കാലഘട്ടത്തിനനുസരിച്ച് സ്ഥാപനങ്ങൾ വരണം. ആലിമീങ്ങൾ രണ്ടും കഴിവുള്ളവരാവണം. ഒരുത്തന് മുമ്പിലും ഓച്ചാനിച്ച് നിൽക്കാൻ ആലിമീങ്ങൾ പാടുള്ളതല്ല. എല്ലാ വിദ്യാഭ്യാസവും ഇസ്ലാമിന്റെ വിദ്യാഭ്യാസമാണ്. അത് പഠിക്കണം, എന്നിട്ട് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങണം. അതിനായി സ്ഥാപനം. ഖാജാ തങ്ങൾ കറാമത്ത് കൊണ്ട് ദീനുണ്ടാക്കിയെങ്കിൽ നമുക്ക് അതിനുള്ള കഴിവില്ല. കണ്ടില്ലേ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ശൈഖുനാ എ.പി. ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്, ഇസ്സത്തിലായി റാഹത്തിലായി ഹിമ്മത്തിലായി അല്ലാഹു ഏറ്റിക്കൊടുക്കട്ടെ. ആമീൻ. 15,000-ലധികം വരുന്ന സഖാഫികളുടെ ശിഷ്യന്മാർ, 15,000 സഖാഫികള് ശിഷ്യന്മാരെ. എന്നെ പോലത്തെ 15,000 ഉണ്ട്, പോരാ. അത് കൂടാതെ വേറെയുണ്ട്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും സ്ഥാപനം. ഖത്തറിലും കുവൈറ്റിലും ബഹ്റൈനിലും ഒമാനിലും മലേഷ്യയിലും മൊറാക്കയിലും സിംഗപ്പൂരിലും സ്ഥാപനം. ഈ കേരളത്തിലും കർണാടകയിലും ഇന്ത്യയിലും മുസ്ലിങ്ങൾക്ക് ദിശാബോധം നൽകിയ മഹത് വ്യക്തിത്വം ശൈഖുനാ കാന്തപുരം ഉസ്താദാണ്. ആലിമീങ്ങൾക്ക് എങ്ങനെ ദീൻ നടത്താമെന്ന് കാലഘട്ടം തെളിയിച്ച പണ്ഡിതനാണ് ശൈഖുനാ കാന്തപുരം. എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ആലിമീങ്ങൾക്ക് എന്തോ ആവാം. ആലിമീ എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനല്ല, കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു കാന്തപുരം ഉസ്താദിന്. ആ മാർഗമാണ് നമ്മുടെ ഉസ്താദ് സ്വീകരിക്കുന്നത്, ഞങ്ങളൊക്കെ സ്വീകരിക്കുന്നത്. നിങ്ങളൊക്കെ സഹായിക്കണം. ഇതാരുടെ കുടുംബത്തിൽ കൊണ്ടുപോകാനല്ല, ഇത് പള്ളിയാണ്. ഖിയാമത്ത് നാൾ വരെ ഇത് പള്ളിയാണ്. ഇതാർക്കും കൊണ്ടുപോകാൻ പറ്റില്ല. ഇതൊരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അണ്ടറിലാണ്. ഇതാർക്കും വീതിച്ചെടുക്കാൻ പറ്റില്ല. ഇത് ഉമ്മത്തിന്റെ സ്ഥാപനം. ഖിയാമത്ത് നാൾ വരെ സമുദായത്തിന്റെ അസറ്റുകളാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ കാര്യമായി സഹായിക്കണം. ഉമ്മമാരുടെ ഭാഗത്തേക്ക് ഒരു ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ട്. അതിന് കാര്യമായ സംഭാവന എല്ലാ ഉമ്മമാരും ഇട്ടുകൊടുക്കണം. പുരുഷന്മാരായ നിങ്ങൾ, ഞാനൊരൊറ്റ കാര്യം പറയുന്നത്, നേരത്തെ സ്വാഗതത്തിൽ പറഞ്ഞ പോലെ, നമുക്ക് അല്ലാഹുവിന്റെ അടുത്ത് സ്ഥാനം കിട്ടണമെങ്കിൽ റഹ്മത്തുൽ ആലമീൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് ഖൽബിലുണ്ടാവണം. മഹബ്ബത്ത് ഖൽബിലുണ്ടാവണമെങ്കിൽ സലാത്ത് മുറുക്ക പിടിക്കണം കേട്ടോ. ഖാജാ തങ്ങൾ ഇത്ര വലിയ ആളായതെന്താ? സലാത്ത. ദിഫായി ശൈഖിന് റൗളയുടെ ഉള്ളുന്ന നബിതങ്ങള് കൈ കാണിച്ചു കൊടുത്തതിന്റെ കാരണം എന്താ? സലാത്ത. വെളിയങ്കോട് ഉമർ ഖാദിക്ക് റൗള പൊളിച്ച് ചങ്ങല പൊട്ടിച്ചു കൊടുത്തതെന്ത്? സലാത്ത. മുഹയ്യിദ്ദീൻ ശൈഖിന് 40 കൊല്ലം വയത് പറയാനും ഇസ്ലാമിക ദഅവത്ത് നടത്താനും പവർ കൊടുത്തതെന്തേ? മുത്തുനബിയുടെ സലാത്താണ്. ഔലിയാക്കളൊക്കെ വിജയിച്ചത് മഹബത്ത് കൊണ്ടാണ്. നമുക്കും മഹബത്തല്ലാതെ രക്ഷയില്ല. അതുകൊണ്ട് സല്ലു അലൻ നബി, മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. ആ സ്വലാത്തിന്റെ രാജാവാണ് സലാത്തു താജ്. ഒരു വട്ടം ചൊല്ലി ഞാൻ എന്റെ പരിപാടി ചുരുക്കുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ അവർകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ മജ്‌ലിസിൽ വരും ഇൻഷാ അല്ലാഹ്. സലാത്തു താജ് എന്നോട് ചൊല്ലാൻ പറഞ്ഞത്, ഞാൻ മുത്തഅല്ലിമാകുമ്പോ എനിക്ക് 16 വയസ്സ് പ്രായമുള്ളപ്പോ 12 വയസ്സിലെ ഞാൻ വായൽ തുടങ്ങിയിട്ടുണ്ട്. 12 വയസ്സിൽ 2 ദിവസം 3 ദിവസം വായൽ തുടങ്ങിയിട്ടുണ്ട്. 12 വയസ്സിൽ കേട്ടോ. വെള്ളിയാഴ്ച പള്ളിയിലല്ല, സ്റ്റേജ് തന്നെ 2 ദിവസം 3 ദിവസം 12ാമത്തെ വയസ്സിൽ ഞാൻ വായൽ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ 16 വയസ്സിൽ മുത്തഅല്ലിമാകുമ്പോ ചാവക്കാട് കടപ്പുറത്ത് വാതിരി എന്നപ്പോ
മഹാനായ ഇ കെ ശംസുല്ലമയുടെ ശൈഖ്, കണ്ണിയത്ത് ഉസ്താദിന്റെ ശൈഖ്, സുൽത്താനുൽ ഉലമയുടെ ശൈഖ്, എം എ ഉസ്താദിന്റെ ശൈഖ്, താജുൽ ഉലമയുടെ ശൈഖ് സയ്യിദ് ഹിബത്തുല്ലാഹിൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അദീർ മഹാൻ എന്റെ വയല് കേട്ടു. വയല് കഴിഞ്ഞപ്പോ എനിക്ക് ആളെ പറഞ്ഞയച്ചു, ആ മൊയ്ലിയരുട്ടിയോട് വീട്ടിലേക്ക് വരാൻ പറ. വന്നിട്ട് പറഞ്ഞു, മോൻ ഒരു 3 ദിവസം കൂടി ഇവിടെ വയല് പറയണം പറഞ്ഞു. 1 ദിവസം പറഞ്ഞപ്പോ പറഞ്ഞു 3 ദിവസം പറയാം. അന്ന് ഞാൻ അൽഫിയ ഫത്തുൽ മീന ഓതുനെ. ഈ അൽഫിയും ഫത്തുൽ മീനും കലാ മുഹമ്മദുൽ ഹുവബിനു മാലികി അത് എല്ലാം വയലാകോ? ഫത്തുൽ മീനിലെ ഞാൻ മസല പറഞ്ഞ വയലാകോ? മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് പറയാനുള്ള തൗഫീക്ക് കിട്ടി. പ്രിയപ്പെട്ടവരെ, ആ ഹിബത്തുല്ലാഹിൽ ബുഖാരി തങ്ങള്, നമ്മുടെ തങ്ങളവറുകൾ നമ്മുടെ വേദിയിലേക്ക് വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സാദാത്യങ്ങളെ ബഹുമാനിക്കാനും ആലിമീങ്ങളെ മഹബത്ത് വെക്കാനും അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. ആമീൻ. സയ്യിദ് അവറുകൾ വന്നിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ദുആ ചെയ്ത് നമ്മുടെ പരിപാടി സമാപിക്കും. ഈ ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാദം സമാപിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും അവിടെ തന്നെ ഇരിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തങ്ങളുടെ ഉപദേശവും സമാപന ദുആയും നടക്കുകയാണ്. ഹിബത്തുല്ലാഹിൽ ബുഖാരി തങ്ങള്, മഹാനായ തബറുക്കിന്റെ ശൈഖായ തങ്ങളുപ്പാപ്പ എന്നോട് പറഞ്ഞു, മോനെ നീ വലിയ വേദനാവും, നീ ഔലിയാക്കളെ പറ്റി നല്ലോണം പറഞ്ഞു. ഞാൻ നിനക്ക് 2 എണ്ണം തരാം. ഒന്ന് മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങളുടെ തരീഖത്ത്, ഖാദിരിയ തരീഖത്ത് 17ാമത്തെ വയസ്സിൽ തങ്ങളുപ്പ എനിക്ക് തന്നു. റിഫായിയ തരീഖത്ത് ഏത് പാമ്പ് കടിച്ചാലും വെള്ളം മന്ത്രിച്ചു കൊടുത്ത് വിഷമിറക്കാനുള്ള ഫുമ്മിന്റെ ഇജാദത്ത് അതും 17ാമത്തെ വയസ്സിൽ എനിക്ക് ഉപ്പാപ്പ തന്നു. പോരും എന്നോട് പറഞ്ഞു, ഇത് 2 എണ്ണം ഉണ്ടായ അത് നല്ല തന്നെ, പക്ഷെ വലിയൊരു സാധനം ഞാൻ തരാറ്. അതെന്താ പാപ്പ? റസൂലുള്ളാഹിനെ മനാമിലെത്തിക്കുന്ന സലാത്തു താജ്, അതിന്റെ ഇജാദത്ത് പിടിച്ചോ, നീ അത് ചൊല്ലിക്കോ, നിന്റെ വാതിൽ പറഞ്ഞോ, ആളുകളോട് പറഞ്ഞോ. അതാണ് നേരത്തെ പ്രസംഗിച്ചവരൊക്കെ കേട്ടത്. ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ സലാത്തു താജ് പറയാതെ, അത് ചൊല്ലാതെ എന്റെ വാതിൽ സമാപിച്ചിട്ടില്ല. അതെനിക്ക് ഹിബത്തുല്ലാഹിൽ ബുഖാരി തങ്ങളും വലിയുല്ലാഹി കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാരും ഖുതുബുൽ ആലം സിയം വലിയുള്ളയും അടക്കം 17 ഔലിയാക്കളിൽ നിന്ന് ഇജാദത്ത് എനിക്കുണ്ട്. 17 ഉസ്താദുമാരുടെ ഇജാദത്തല്ല, 17 തങ്ങന്മാരുടെ ഇജാദത്തുമല്ല, 17 ഔലിയാക്കളുടെ ഇജാദത്തുണ്ട്. മഹാനായ വടകര മുഹമ്മദ് ആജി തങ്ങള്, മഹാനായ വലിയുല്ലാഹി അന്ത്രുപ്പാപ്പ, മഹാനായ വലിയുല്ലാഹി മുഹമ്മദ് കുട്ടി മസ്താൻ വരവൂർ, മഹാനായിരിക്കുന്ന കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ ഉപ്പാപ്പ വലിയുല്ലാഹി അടക്കം മഹാനായ വലിയുല്ലാഹി കൈപ്പമംഗലം അബ്ദുൽ കരീം ഹാജി അടക്കം 17 ആളുകള് എന്നോട് ഈ സലാത്ത് മുറുക്കെ പിടിച്ചു ചെല്ലാനും വയത് പറഞ്ഞ് സ്വർണം വാങ്ങിച്ചിട്ട് പള്ളിക്കും മദ്രസക്കും കൊടുക്കാനും ഔലിയാക്കളിന്റെ കയ്യിലേൽപ്പിച്ചതാണ്. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞതും എവിടെ പറഞ്ഞതും. അങ്ങനെ ആ പള്ളി മദ്രസകളൊക്കെ ഉണ്ടായത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആ നിലക്ക് സഹകരിക്കണം. സ്വലാത്തു താജിന്റെ അദദ് 4444 4444 സ്വലാത്തു താജ്. ഏത് ഹലാലായ മുറാദ് മനസ്സിൽ വെച്ച് ചെല്ലിയാലും അത് ഹാസിലാവും. കഴിഞ്ഞ ആഴ്ചയാണ് അല്ലയിൽ നിന്നൊരു ഡോക്ടർ എന്നെ വിളിച്ചു. മലപ്പുറം ജില്ലയിലെ വേങ്ങരക്കാരനാണ്. എന്നോട് പറഞ്ഞു, ഉസ്താദേ ഗവൺമെന്റിലേക്ക് എന്നെ എടുക്കാൻ പോകും. അയാൾ ENT സർജനാ. ഞാൻ 2 ആശുപത്രി നടത്തുന്നുണ്ട് കേരളത്തിൽ. 2 ആശുപത്രിയിലും കൂടി 500 ഡോക്ടർമാർ എൻ്റെ അണ്ടറിലുണ്ട്. 3500 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂൾ നടത്തുന്നുണ്ട്. ഹിഫ്ദുൽ ഖുർആൻ കോളേജ് വേറെ നടത്തുന്നുണ്ട്. ദഅവാ വിമൻസ് കോളേജ് വേറെ നടത്തുന്നുണ്ട്. 2 ആശുപത്രി മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി. ഒന്നിന്റെ പേര് ദയാന്നാണ്, അത് 4 ഇടത്തുണ്ട്. ഒന്നിന്റെ പേര് ഡിവൈൻ എന്നാണ്, അതൊരു സ്ഥലത്തേ ഉള്ളൂ. എല്ലാത്തിനും കൂടി 500 ചില്ലാനാണ് ഡോക്ടർമാര്. കഴിഞ്ഞ 25 കൊല്ലമായി മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന ഒരു ഉസ്താദാണ് ഞാൻ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് 4444 സ്വലാത്തു താജ് മനസ്സിൽ വെച്ച് ഒരാൾ ചൊല്ലിയാൽ മുറാദ് വീടും. ഈ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ അല്ലൈൻ ഗവൺമെന്റ് ഒരു ENT സർജനെ വിളിക്കുന്നുണ്ട്. 10 ലക്ഷം റുപ്യാണ് ഇന്ത്യന്റെ ശമ്പളം. അവിടുത്തെ 1 ലക്ഷം ദിർഹം, ഇവിടുത്തെ 12-13 ലക്ഷം വരും. അത് കിട്ടണം. ഹലാലായ മുറാദാണ്. ഞാനതിന് യോഗ്യനാണ്. ഞാൻ പ്രൊഫസറാണ്. ഉസ്താദിനറിയാലോ ഞാൻ എന്താ ചെയ്യേണ്ടി വെച്ചു. നിങ്ങൾ ഒറ്റ പണി ഇതാ മതി. ഹബീബായ തങ്ങളുടെ പേരിൽ 4444 സലാത്തു താജ് നിർച്ചേക്കാം.
നിങ്ങൾക്ക് പറ്റണത്രങ്ങളിയല്ല, ബാക്കി ഞാൻ എന്റെ മുത്താലിമീങ്ങളെ കൊണ്ട് ചെല്ലിപ്പിക്കാം. നിങ്ങളൊരു 5000 റുപ്യ അയച്ചാൽ മതി. ചെറിയ പൈസ അല്ലേ, ഒരു ഡോക്ടർക്ക് 5000 എന്താ, 5000 കടാക്കി. എന്തിനാ? ആ കുട്ടികൾക്കൊക്കെ ഒരു ചീറിന് മേടിച്ചു കൊടുക്കാൻ ദ്വാരിപ്പിച്ചു. 4445 അടുത്ത ആഴ്ച ഇന്റർവ്യൂ. അയാൾ പാസ്സായി, അയാൾ ജോലി കയറി, ജോയിൻ ചെയ്തു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ 13 ലക്ഷമാണ് എന്റെ സാലറി, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ENT സർജനാണ് ഞാൻ. ഉസ്താദേ, ആ സലാത്തിന് ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചു. നിങ്ങൾ ഒറ്റക്കാര്യം ചെയ്യേണ്ടു. എന്റെ ശൈഖ് പറഞ്ഞത് നിങ്ങൾ ഹബീബിനെ കാണണമെന്ന നിയത്തോടെ ദിവസം ചുരുങ്ങിയത് 7 എണ്ണം മുടങ്ങാതെ ചെല്ല. പിന്നെ നിങ്ങളെ കൊണ്ട് കൂട്ടിയാ പറ്റിയ ഒരു സദക്ക നമ്മുടെ സ്ഥാപനത്തിൽ തന്നോന്ന് പറഞ്ഞു. അയാൾ അപ്പൊ തന്നെ 2 ലക്ഷം രൂപ എനിക്ക് സ്ഥാപനത്തിന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു തന്നു. ഇങ്ങനെ നിരവധി, എന്റെ കറാമത്തൊന്നല്ല കേട്ടോ, നിങ്ങൾ ആര് ചെല്ലിയാലും സലാത്ത് ഇല്ല എന്ന് നേടാം. ഹബീബായ തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവറാൻ. ഹബീബായ തങ്ങളെ കാണാൻ ഉതകുന്ന ഏറ്റവും പോരിശയായ സലാത്താണ് സലാത്തു താജ്. ദായിമാക്കണം നിങ്ങൾ. ഹബീബായ തങ്ങളെ ഒരാൾ മനാമിൽ കണ്ടാൽ ആ ശരീരം നരകത്തിലല്ല. അല്ലാഹു തആല കാറ്റഗറികളിൽ നമ്മളെ എല്ലാം ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ബിസ്മില്ലാഹ്. ഞാൻ ഇബത്തുല്ലാഹി തങ്ങൾ ബുഖാരി തങ്ങൾ എനിക്ക് ഇജാദത്ത് തന്നപ്പോ, എന്നാ മോൻ പോയിക്കോ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, പാപ്പ ഒരു കാര്യം ചോദിക്കാണ്ട്. എന്തേ? ഞാൻ വയതിനൊക്കെ പോകുമ്പോ നാടന്മാരുണ്ടാവുമല്ലോ വയതിന്, മൂല്യന്മാരല്ലാത്ത പാവങ്ങൾ 4444 എണ്ണം ചെല്ലാന്ന് പറഞ്ഞ സാധാരണക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ട്. കുറച്ച് വലിയ സലാത്ത് താജ് 2 വാക്കല്ല, ഒരു 8-10 വരിയുണ്ട്. അപ്പൊ ഞാൻ അവരോർക്ക് എന്താ പറയാ? അപ്പോ മഹാനവർകൾ എന്നോട് പറഞ്ഞു, മോനെ നീ അവരോട് പറഞ്ഞു, അവർ എന്ത് ഹലാലായ ഉദ്ദേശമാണെങ്കിലും നിറവേറാൻ ഒരു 4444 രൂപ സ്വലാത്തിന്റെ പേരിൽ ഹദിയ ചെയ്യുക. ഞാൻ എന്റെ ഈ കഴിഞ്ഞ 44 കൊല്ലത്തെ പ്രഭാഷണത്തിലും എല്ലാ സ്ഥലത്തും അത് പറഞ്ഞിട്ട് നിരവധി ആളുകൾ തരികയും അവരിൽ ഒട്ടുമിക്ക ആളുകളും ആ മുറാദ് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനും അവിടുത്തെ കൂടെ സ്വർഗത്തിലെത്താനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തിൽ ഒരുപാട് പദ്ധതികളുണ്ട്. ഇവിടെ കുതുബ്ഖാന വേണം, പിന്നെ അറ്റകുറ്റപ്പണികൾ നടത്തണം, ഇവിടെ ബിൽഡിംഗ്സ് കാര്യങ്ങളൊക്കെ നടക്കണം. ഇതിലൊക്കെ നിയ്യത്ത് ചെയ്തിട്ട് ബിഹബീബി റസൂലുള്ളാഹ്, റജബ് മാസമാണ്, മിഅ്റാജിന്റെ രാത്രി വരുന്ന മാസമാണ്, ഹബീബായ തങ്ങൾ അല്ലാഹനെ കണ്ട മാസമാണ്, നമുക്ക് നിസ്കാരം കിട്ടിയ മാസമാണ്, നബി തങ്ങൾ സ്വർഗം കണ്ട മാസമാണ്, നബി തങ്ങൾക്ക് അല്ലാഹ് കോരി വാരി കൊടുത്ത മാസമാണ്, ഉമ്മത്ത് മുഹമ്മദിന്റെ സന്തോഷത്തിന്റെ മാസമാണ് റജബ്. റജബുൻ ശഹറുല്ലാഹ്, റജബുൻ ശഹറുല്ലാഹ്, ബറക്കത്തിന്റെ മാസമാണ്. അതുകൊണ്ടല്ലേ നമ്മൾ അല്ലാഹനോട് ഈ മാസത്തിലെ ദുആ എന്താ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. റജബിലും ശഅബാനിലും ബർക്കത്ത് കൊടുത്താലേ ബർക്കത്തുണ്ടാവും, കോരിണക്കണക്കിലെ ഉറവുണ്ടാവും. ബിസ്മില്ലാഹ്. ഈ മജ്ലിസിൽ ഒരു 100 ആളെങ്കിലും 4444 ഏൽക്കണം. ഒറ്റ നിയ്യത്ത് മതി. നിങ്ങളുടെ മുറാദ് വീടും, കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവും, മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകും, കടങ്ങൾ വീടും, വീടില്ലാത്തവർക്ക് വീടുണ്ടാകും, രോഗത്തിന്റെ രോഗം മാറും. അതൊന്നും നിങ്ങൾ നിയ്യത്തൊക്കെ ഉണ്ടോ? നിങ്ങളുടെ നിയ്യത്ത് ഒറ്റെണ്ണം, ഹബീബായ തങ്ങളെ കാണണം. മരിക്കുന്നതിന് മുമ്പ് ഹബീബായ തങ്ങളെ ഒരു വട്ടമെങ്കിലും മനാമിലോ യഖ്ളത്തിലോ കാണണം. അല്ലാഹു തആല രണ്ടിലും നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ബിസ്മില്ലാഹ്. ഒരു 100 ആളെങ്കിലും ഈ മജ്ലിസിൽ ഒരു 4444 ഏറ്റെടുത്തിട്ട് തങ്ങൾ പാപ്പാനെ കൊണ്ട് ധരിപ്പിക്കാം. തങ്ങളുള്ളപ്പോ മൊയ്ലിയർ എത്ര വലിയ ആര്യമായിട്ടും കാര്യമല്ല. ശംസുൽ ഉലമ സ്റ്റേജിലുള്ളപ്പോ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആ സ്റ്റേജിലേക്ക് വരുമ്പോ ശംസുൽ ഉലമ നയിച്ചു. പാണക്കാട്ട് തങ്ങളും ശംസുൽ ഉലമയും ഇൽമു കൊണ്ട് ആന ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. പക്ഷെ ശംസുൽ ഉലമ നീച്ച് ശിഷ്യനായ പാണക്കാട് മുഹമ്മദ് അലി തങ്ങളുടെ കൈ പിടിച്ചു മൊത്തം മഹാനായ താജുൽ ഉലമ ഉള്ളാൽ സയ്യിദ് അബ്ദുർ കുഞ്ഞിക്കോയ തങ്ങള് ശംസുൽ ഉലമയുടെ ശിഷ്യനാണ്. ആ ഉള്ളാളത്തെ തങ്ങൾ സ്റ്റേജിലേക്ക് വരുമ്പോ, താജുൽ ഉലമ വരുമ്പോ ശംസുൽ ഉലമ നീച്ചുക്കും, ശിഷ്യന്റെ കൈ പിടിക്കും, മോക്കും. അത് അഹ്ലു ബൈത്തിനോടുള്ള മഹബ്ബത്താ. മുത്തുനബിയുടെ ചോരയാണ് ഈ ചോര, മുത്തുനബിയുടെ രക്തമാണ് ഈ രക്തം, ആ ശരീരമാണ് ഈ ശരീരം. അതിനോട് മഹബ്ബത്ത് വെക്കാത്തവൻ മുഅ്മിനല്ല. ബിസ്മില്ലാഹ്.
ആ തങ്ങൾ ദ്വാരക്കും. ഞാൻ പറയണമെന്ന് മാത്രം. ബിസ്മില്ല. അവ്വലു മൻ, ആരാണ് സിദ്ദീഖുൽ അക്ബറിന്റെ ദർജയിലേക്ക്? അല്ലാഹു അക്ബർ. ആ തൊപ്പി വെച്ചൊരു സഹോദരൻ, പേരെനിക്കറിയില്ല പൊന്നുമക്കളെ, ഒന്ന് അങ്ങോട്ട് പോയിക്കോ. നമ്മുടെ സ്ഥാപനത്തിലെ കുട്ടികൾ, നിങ്ങളുടെ പേരവിടെ എഴുതി വെച്ചോട്ടോ. 4444 മുഹമ്മദ് റഫീഖ്. അതാരാ? ഇവിടെ ഇതാ ഈ സഹോദരൻ കൈപൊക്കിയിട്ടുണ്ട്. ഇദ്ദേഹം 4444. അല്ലാ നീ കബൂലാക്കണേ അല്ലാ. ഹബീബായ തങ്ങളെ കാണിച്ചു കൊടുക്കണേ അല്ലാ. മനാമിലും യഖദത്തിലും എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഹബീബായ തങ്ങളെ കാണാതെ ഞങ്ങളെയും അവരുടെയും റൂഹ് പിടിക്കല്ല അല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും തരണം, ഒരു 100 ആളെങ്കിലും തരണം. സ്ഥാപനത്തിന്റെ വൈസ് പ്രസിഡന്റ് 4444. ഇത് കോടീശ്വരന്മാരോടൊന്നും ചോദിക്കുന്നതല്ല, സാധാരണക്കാരോട്. 5000 രൂപ തികച്ചില്ല. 50,000, 1 ലക്ഷം, 2 ലക്ഷോ, 100 യാക്ക് സിമന്റോ, 50 യാക്കോ, 1000 ലോഡോ ഒന്നുമല്ല ചോദിക്കണത്. 4444 ഹബീബായ തങ്ങളെ കാണാൻ റജബ് മാസത്തിൽ, അള്ളാനെ കണ്ട മാസത്തിലാ പറയണത്. ബിസ്മില്ലാ. ഇതിലും നല്ലൊരു സൗഭാഗ്യം ചിലപ്പോ അതാ ആ ആചാര്യ അവിടെ കൈവക്കിയിട്ടുണ്ട്. 4444. അള്ളാഹുവേ നീ കബൂലാക്കണം റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഹബീബായ തങ്ങളെ മനാമിലും യഖദത്തിലും എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഹബീബായ തങ്ങളുടെ ശഫാഅത്തിൽ അവരെയും ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇനി ആരാ ഉള്ളത്? പെട്ടെന്ന് പറയണം. അല്ലാഹ്. ഇസ്മായിൽ എന്ന് പറഞ്ഞ സഹോദരൻ 4444. അയാളുടെ ഭാര്യ സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്. ഓർമ്മ വരാതെ കിടക്കുകയാണ്. അല്ലാഹ് ക്രിട്ടിക്കലാണ്. അല്ലാഹുവേ ദാഫിഉൽ ബലാഇ വൽ വബാഇ വൽ ഖഹത്തി വൽ മർദി വൽ അലം ഇസ്മുഹു മക്തൂബും മർഫൂഉം മശ്ഫൂഉം മൻകൂസും ഫിൽ ലൗഹി വൽ ഖലം ദാഫിഉൽ ബലാഇ വൽ വബാഇ വൽ ഖഹത്തി വൽ മർദി വൽ അലം. അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് രോഗം മാറും. ദാഫിഉൽ ബലാഇ ബലാഇനെ തട്ടിക്കളയും, വൽ വബാഇ വബാഇനെയും തട്ടിക്കളയും. അത്ര വലിയ പവറാണ് മുത്തുനബിയുടെ സലാത്തിന്. അല്ലാഹുവേ ആ ബോധമില്ലാതെ കിടക്കുന്ന സഹോദരിക്ക് പെട്ടെന്ന് ബോധം നൽകണേ അല്ലാ. ആജിലായ ശിഫ നൽകണേ അല്ലാ. താമായ ശിഫ നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. 4444 ഹബീബായ തങ്ങളെ കാണാൻ. ബിസ്മില്ലാ. ഏറ്റെടുത്തോളൂ. നിങ്ങളുടെ ബാപ്പ മരിച്ചിട്ടുണ്ടോ? ബാപ്പാടെ പേരിലാവട്ടെ. ഉമ്മ മരിച്ചിട്ടുണ്ടോ? ഉമ്മയുടെ പേരിലാവട്ടെ. വല്യുമ്മ, വല്യുപ്പ, എളാപ്പ, മൂത്തമ്മ ആരെങ്കിലുമൊക്കെ മരിച്ചിട്ടുണ്ടാവുമല്ലോ, അവരുടെ പേരിൽ കരുതിയ ഇത് മരിച്ചവർക്ക് ഇപ്പെത്തും, നിങ്ങൾക്കും കൂലി കിട്ടും. ആ സഹോദരൻ ബിസ്മില്ലാ അവിടെ ആ കയ്യുപൊക്കെ ആള് 4444. അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണം അല്ലാ. ഹബീബായ തങ്ങളെ മനാബിലും യഖദത്തിലും എത്തിക്കണേ അല്ലാ. മനസ്സിന്റെ അകത്തുള്ള സർവ്വ ഹലാലായ മുറാദുകളും വീട്ടിക്കൊടുക്കണേ അല്ലാ. ഹബീബായ തങ്ങളെ കാണാതെ അവരെയും ഞങ്ങളെയും മൗത്താക്കല്ല അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പെട്ടെന്ന് പറ, തങ്ങൾക്ക് പോണം. ഞാൻ ഇന്ന് പോണില്ല. ഞാൻ 2-3 ദിവസം ഇവിടെ ഉണ്ട്, കർണാടക സ്റ്റേറ്റിലുണ്ട്. തങ്ങൾക്ക് പോകേണ്ടി വരും, തിരക്കുണ്ടാവും. ബിസ്മില്ലാ. എല്ലാരും ഒന്ന് പറഞ്ഞോളൂ. ഇപ്പൊ നിങ്ങളുടെ ഭാഗത്തുകാരിലൊന്ന് പോയി നോക്കാമനെ. ഒരു ബക്കറ്റിൽ 10 റുപ്യം കൊടുത്താൽ പോരല്ലോ. ഈ പള്ളി കയറ്റാൻ ഏറ്റവും അധികം പൈസ എന്നുണ്ടാകുക പെണ്ണുങ്ങൾ. ഒരു കാലത്ത് സ്ഥാപനത്തിന് ഏറ്റവും അധികം പൈസ. ഞാൻ സ്വർണത്തിലേക്കൊന്നും ഇപ്പൊ പോയിട്ടില്ല, സമയത്തിന്റെ ദൗർബല്യം കൊണ്ട് ഞാൻ പോകാതിരുന്നതാണ്. സാധാരണ ഒരു വാലിൽ ഞാൻ പറയാം 4 മണിക്കൂർ 5 മണിക്കൂർ അതിന്റെ ടൈം. അതിപ്പോ നടക്കുന്ന കാലമല്ല, കാലം മാറിപ്പോയി. അപ്പോ ഇപ്പോ വേഗം 1.5 മണിക്കൂറേ കിട്ടിയുള്ളൂ നമുക്ക്. അപ്പോഴേക്കും തങ്ങൾ വന്നു, സമയം നിർത്താനായിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു 4444 പറയും മക്കളെ. ഹബീബായ തങ്ങളെ കാണണ്ടെന്ന് ആഗ്രഹം. സ്വർഗം കിട്ടാൻ 4444 കൊടുത്താൽ സ്വർഗം കിട്ടും. ഹബീബായ തങ്ങളെ കണ്ടാ മതി, ഖൽബ് നന്നാവണം. അതിനാണ് സലാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉമർ എന്ന് പറഞ്ഞ സഹോദരൻ സൗദി അറേബ്യയിലാണ്. ജോലിയാ, കച്ചവട ജോലിയാ.
സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഉമർ, അദ്ദേഹത്തിന് മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ദ്വാരക്കാനും രോഗമായി കിടക്കുന്ന ആളുകളുടെ രോഗം മാറാനും അല്ലാഹുവേ അവരുടെ കുടുംബത്തിൽ നിന്ന് മരിച്ച എല്ലാവരുടെയും ഖബറിലേക്ക് ഇതിന് മിസ്ലു സവാബ് എത്തിക്കണേ അല്ലാഹ്. രോഗമായി കിടക്കുന്ന ആളുകളുടെ രോഗത്തിന് ആജിലായ കാമിലായ താമായ ശുഭ കൊടുക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ ജോലിയിൽ വലിയ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ഹബീബായ തങ്ങളെ കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. മനാമിലും യഖദത്തിലും കാണാൻ അവർക്കും ഞങ്ങൾക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിസ്മില്ലാ. അബ്ദുൽ ജലീൽ എന്ന് പറഞ്ഞൊരു സഹോദരൻ 4444 അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനെ. ഹബീബായ തങ്ങളെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിക്കണേ അല്ലാഹ്. സ്വർഗ്ഗത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. നിന്റെ ലിഖായിനെ കാണണം അല്ലാഹ്. ഹബീബായ തങ്ങളെ കാണണം അല്ലാഹ്. സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. നിന്റെ ലിഖായിനെ കാണണം അല്ലാഹ്. അവരുടെ മരിച്ചവരുടെ ഖബറിലേക്ക് അതിന് മിസ്ലു സവാബുകൾ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അബ്ദുൽ ഹമീദ് എന്ന് പറഞ്ഞൊരു സഹോദരൻ 4444 അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനെ. റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. ഹബീബായ തങ്ങളോടുകൂടെ സ്വർഗ്ഗലോകത്ത് ഒരുമിക്കാൻ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പെട്ടെന്ന് എല്ലാവരും പെട്ടെന്ന് പറയും. താക്കത്തുള്ളവരൊക്കെ പറഞ്ഞു ഇതുകൊണ്ട് നിങ്ങൾ തോന്നിയില്ല. ഉറപ്പാണ്, വല്ലാഹി ഉറപ്പാണ്, നിങ്ങൾ തോന്നിയില്ല. നിങ്ങളുടെ ബറക്കത്ത് വർദ്ധിക്കും. ഇത് റജബാണ്, അത് മുത്തുനബിയുടെ പേരിലാണ്. സലാത്തു താജിന്റെ അദദാണ്. ഒരുപാട് 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 മഹാത്മ്യം. ഇതിലും വലിയൊരു അവസരം കിട്ടുമോ ജീവിതത്തിൽ? അത് ഒഴിവാക്കി കളയല്ലേട്ടോ. ബിസ്മില്ലാ. ഇബ്രാഹിം മുസ്ലിയാർ മരിച്ച ഉമ്മക്കും വാപ്പക്കും വേണ്ടി നിയത്ത് ചെയ്തു. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനാമിൽ കാണണം അല്ലാഹുവേ. ഇബ്രാഹിം മുസ്ലിയാരുടെ ഇൽമിൽ ബറക്കത്ത് കൊടുക്കണം അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം അല്ലാഹ്. റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനാമിലും യഖദത്തിലും എത്തിച്ചു കൊടുക്കണം അല്ലാഹ്. അദ്ദേഹത്തിന് മരിച്ചുപോയ മാതാപിതാക്കളുടെ ഖബറുകളിലേക്ക് ഇതിന് മിസ്ലു സവാബുകൾ എത്തിക്കണേ അല്ലാഹ്. മഗ്ഫിറത്തും മർഹമത്തും നൽകി ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. ബി ബറക്കത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ. അബ്ദുർ റസാഖ് മരണപ്പെട്ടു പോയ ഉമ്മബാക്കൾക്ക് വേണ്ടി നിയത്ത് ചെയ്ത് 4444 മകൾക്ക് നല്ല സാലിഹ്യങ്ങളിൽപ്പെട്ട ഭർത്താവിനെ കിട്ടാൻ വേണ്ടി നിയത്ത് ചെയ്തു. അല്ലാഹുവേ അബ്ദുർ റസാഖിന്റെ ഹദിയ നീ കബൂലാക്കണേ അല്ലാഹ്. റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനാമിലും യഖദത്തിലും കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബറിലേക്ക് അതിന് മിസ്ലു സവാബ് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ മകൾക്ക് സാലിഹ്യങ്ങളിൽപ്പെട്ട ഭർത്താക്കന്മാരെ നീ ഇണയാക്കി കൊടുക്കണേ അല്ലാഹ്. ആ ദമ്പതിമാരുടെ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആമീൻ. അബ്ദുൽ മജീദ് എന്ന് പറഞ്ഞ സഹോദരൻ ലിവറിൽ പ്രോബ്ലം ഉണ്ട്, അത് ശരിയായി കിട്ടാൻ 4444 അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ലിവറിന്റെ അസുഖം പരിപൂർണമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് പൂർണ്ണമായി നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഹബീബായ തങ്ങളെ കാണാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അഷ്റഫ് സഖാഫി ഉസ്താദ്, അഷ്റഫ് സഖാഫി ഉസ്താദ് യൂസുഫ് അലി അല്ല, അല്ലെങ്കിൽ ഏനപ്പായി അല്ല, അല്ലെങ്കിൽ സി എ ഇബ്രാഹിം സാഹിബും അല്ല കേട്ടോ, ഒരു സഖാഫിയാണ്. നിങ്ങൾ കൊടുക്കുന്ന ചില്ലറ ബർക്കത്തിന്റെ പൈസ കൊണ്ട് ജീവിച്ചു പോണ പാവ ഒരു ഉസ്താദ. 4444 ഈമാന. ഹബീബിനെ കാണണം. മരിച്ച ഉമ്മ ബാപ്പാടെ ഖബറിലേക്ക് അതിന് മിസ്ലു സവാബ് എത്തണം. അല്ലാഹുവേ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനാമിലും യഖദത്തിലും കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. ഹബീബായ തങ്ങളോടുകൂടെ സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. അല്ലാഹുവേ അവരുടെ മനസ്സിന്റെ അകത്തുള്ള ഹലാലായ മുറാദുകളെ വീട്ടി കൊടുക്കണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആമീൻ ആമീൻ. അല്ലാഹ് പടച്ചോനെ, ഷരീഫ് എന്ന് പറഞ്ഞൊരു സഹോദരനും ലിവർ പ്രോബ്ലം. അല്ലാഹുവേ മാരകമായ രോഗങ്ങൾ തന്ന ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാഹ്.
എയ്ഡ്സ്, ക്യാൻസർ, എബോള, വെള്ളപ്പാണ്ട്, കുഷ്ഠരോഗം, ലിവർ, അറ്റാക്ക് തന്ന് പരീക്ഷിക്കല്ല അല്ലാ. കിഡ്നിക്ക് തകരാറ് തന്ന് പരീക്ഷിക്കല്ല അല്ലാ. റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആ സഹോദരന്റെ ലിവറിന്റെ രോഗം ആമീൻ പറ, നീ ശിഫയാക്കണം അല്ലാ, നീ ശിഫയാക്കണം അല്ലാ. ആജിലായ കാമിലായ ശിഫ നൽകണം അല്ലാ. ഹബീബിനെ മനാമിലെത്തിക്കണം അല്ലാ. മരിച്ചവരുടെ ഖബറിലേക്ക് മിസ്ലു സവാബുകൾ എത്തിക്കണേ അല്ലാ. ഞങ്ങൾക്ക് ലിവർ ക്യാൻസർ, അതുപോലെ തന്നെ ബ്ലഡ് ക്യാൻസർ, അൽഷിമേഴ്സ്, അറ്റാക്കുകൾ, ബ്രെയിൻ ട്യൂമറുകൾ നൽകി പരീക്ഷിച്ച് പരിശോധിക്കല്ല അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആമീൻ ആമീൻ ആമീൻ. ആരാ ഉള്ളത്? സമയം എടുക്കാനില്ല, പെട്ടെന്ന് പറയാം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് കബൂലാക്കട്ടെ. ആമീൻ. اللهم صل على سيدنا محمد صلى الله عليه وسلم صاحب التاج والمعراج والبراق والألم دافع البلاء والوباء والقحط والمرض والألم اسمه مكتوب مرفوع مشفوع منقوش في اللوح والقلم سيد العرب والعجم جسمه مقدس معطر مطهر منور في البيت والحرم شمس الضحى بدر الدجى صدر العلا نور الهدى كهف الورى مصباح الظلم جميل الشيم شفيع الأمم صاحب الجود والكرم والله عاصمه وجبريل خادمه والبراق مركبه والمعراج سفره وسدرة المنتهى مقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجوده سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين رحمة للعالمين راغة العاشقين مراد المشتاقين شمس العارفين سراج السالكين مصباح المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين إمام القبلتين وسيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا ومولى الثقلين أبي القاسم سيدنا محمد بن عبد الله نور من نور الله يا أيها المشتاقون بنور جماله صلوا عليه وعلى آله وسلموا تسليما برحمتك يا أرحم الراحمين. ഏത് ഹലാലായ മുറാദും വീടാൻ ഈ സലാത്ത് 4444 വട്ടം ചൊല്ലുക. ദിവസം 7 എണ്ണം വെച്ച് ചൊല്ലി പതിവാക്കുക. ഹബീബായ തങ്ങളെ കാണും, മരിക്കണേന്റെ മുമ്പ് കാണും. ഉറപ്പ് 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 ഉറപ്പ്, ഒരു സംശയവും വേണ്ട. ഇത് അനുഭവത്തെന്ന് പറയുന്നതാണ്. എന്റെ മാത്രല്ല, നൂറുകണക്കിന് ആളുകൾ ഈ 47 കൊല്ലം കൊണ്ട് എന്നോട് പറഞ്ഞ അനുഭവം ഈ വിവരമില്ലാത്ത ജാഹിലായ എന്റെ കയ്യിലുണ്ട്. മശായിഖന്മാര് രേഖപ്പെടുത്തിയത് നൂറുകണക്കിനുണ്ട്. സ്വലാത്ത് കൊണ്ട് ഖൽബ് ശുദ്ധിയാക്കിയാൽ ഹബീബായ തങ്ങൾ മനസ്സിൽ വരും. ഖൽബ് ശുദ്ധിയാക്കാനുള്ള മരുന്നാണ് സലാത്ത്. അതുകൊണ്ട് സല്ലു അലൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്ത് വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അബ്ദുർ റസാഖ് ലത്തീഫി മരണപ്പെട്ടുപോയ ഉമ്മക്കും ബാപ്പക്കും വേണ്ടി നിയ്യത്ത് ചെയ്ത് 4444. ഷരീഫ് എന്ന് പറഞ്ഞ ഒരു സഹോദരൻ 4444. 2 പേരുടെയും ഹദിയ നീ കബൂലാക്കണമല്ലോ. ഹബീബായ തങ്ങളെ മനാമിലെത്തിച്ചു കൊടുക്കണമല്ലോ. അവരുടെ ഖൽബിന്റെ അകത്തുള്ള ഹലാലായ മുറാദുകൾ വീട്ടി കൊടുക്കണമല്ലോ. ഹബീബായ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് സുവലോക സ്വർഗത്തിൽ അവരെയും ഞങ്ങളെയും തങ്ങളെയും നാളെ ഒരുമിപ്പിക്കണേ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇനിയുള്ളവർ തങ്ങൾ പാപ്പാനെ കൊണ്ട് ദ്വാരിപ്പിച്ച് കൈ കൊടുത്തോളിട്ടോ. അബൂബക്കർ എന്ന് പറഞ്ഞ സഹോദരൻ മരണപ്പെട്ടുപോയ ഉമ്മ പാപ്പാക്ക് വേണ്ടി നിയ്യത്ത് ചെയ്ത് 4444. അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനെ. ആ ഉമ്മ ബാപ്പാടെ ഖബറിലേക്ക് ഇതിനെ മിഥുലു സവാബി ഇപ്പം തന്നെ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. മഗ്ഫിറത്തും മർഹമത്തും നൽകി ദറജ ഉയർത്തണേ അല്ലാഹ്. ആ സഹോദരന് ഹബീബായ തങ്ങളെ കാണാനുള്ള പവർ കൊടുക്കണേ അല്ലാഹ്. മനാമിലും യഖലത്തിലും കൊടുക്കണേ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കിയുള്ളതൊക്കെ തങ്ങൾ പറയും എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾ പാപ്പാനെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.